മനുഷ്യ, നീ എന്താണെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമോ? നീ ആരാണെന്ന് നിനക്കറിയാമോ എന്നല്ല ചോദിച്ചത്. നീ എന്താണെന്ന് നിനക്കറിയാമോ എന്നല്ല ചോദിച്ചത്. നീ ആരാണെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമോ? നീ എന്താണെന്ന് നിനക്ക് നല്ലവണ്ണം അറിയാമോ? ഈ നല്ലവണ്ണമുള്ള അറിവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിവാണ് പ്രിയപ്പെട്ടവരെ. നമുക്കൊക്കെ നമ്മളെക്കുറിച്ച് അറിയാം, കേവല ധാരണയുണ്ട്. നീ ആരാണെന്നൊക്കെ നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ഏതെല്ലാം തലങ്ങളിൽ നിന്നുകൊണ്ട് ഉത്തരം പറയും. നമ്മുടെ റാങ്ക്, നമ്മുടെ സ്ഥാനം, നമ്മുടെ പദവി, നമ്മുടെ കുടുംബം, നമ്മുടെ കുലം, നമ്മുടെ മഹിമ, നമ്മുടെ പാരമ്പര്യം, ഇതെല്ലാം ചേർത്ത് നമ്മൾ ആരാണെന്നൊക്കെ നമ്മൾ പറയും. എന്നാൽ ശരിക്കും മനുഷ്യൻ അറിയണം താൻ ആരാണെന്ന്. ഈ അറിവ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ മഥിക്കുമ്പോഴാണ് ആ മനുഷ്യൻ ആയിരിക്കേണ്ടതുപോലെ ആയിരിക്കാൻ ശ്രമിക്കുന്നതും ആയിത്തീരുന്നതും. ശരിക്കും മനുഷ്യൻ ആരാണ്? ദൈവം 6 നാളുകൾ കൊണ്ടാണ് സൃഷ്ടി നടത്തിയത് നമുക്കറിയാം. സൃഷ്ടിപ്പിൻ്റെ ചരിത്രമൊക്കെ വേദപുസ്തകം വ്യക്തമായി വരച്ചു വെച്ചിട്ടുണ്ട്. 6 നാളുകൾ കൊണ്ട് ഉളവാകട്ടെ 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 എന്ന വചനത്താൽ ഈ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും സൗരയൂഥങ്ങളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും സമുദ്രങ്ങളെയും മത്സ്യജാലങ്ങളെയും ദൈവം ഉളവാക്കി. ഉളവാകട്ടെ എന്ന് പറഞ്ഞവൻ്റെ മനോഗിതത്തിനനുസരിച്ചുള്ളവയൊക്കെ ഉളവായി. എന്നാൽ സൃഷ്ടിപ്പിൻ്റെ 6-ാം നാളിൽ സൃഷ്ടിപ്പിൻ്റെ മകുടമായി മനുഷ്യനെ സൃഷ്ടിപ്പാൻ സമയം സമാഗതമായപ്പോൾ മനുഷ്യൻ ഉളവാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ച് പറഞ്ഞില്ല. പറഞ്ഞിരുന്നെങ്കിൽ നിശ്ചയമായും മനുഷ്യൻ ഉളവാകുമായിരുന്നു. എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കേണ്ട സമയമായപ്പോൾ ദൈവം അപ്രകാരം ഒരു കൽപ്പന പുറപ്പെടുവിക്കേണ്ടതിന് പകരം ദൈവം ഒരു കൂടിയാലോചന നടത്തുകയാണ്. സത്യവേദ പുസ്തകത്തിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ സമ്മേളനം ആദ്യമായി ദർശിക്കുന്നത് അവിടെയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 26, 27 തിരുവചനങ്ങളിൽ അത് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവം ഒരു കൂടിയാലോചന നടത്തി പറയുകയാണ്, ഇപ്പോൾ നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. ദൈവം അങ്ങനെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനപ്രകാരം ദൈവം മനുഷ്യനെ ഉണ്ടാക്കി. കിഴക്ക് ഏദോംസായിൽ താൻ സൃഷ്ടിച്ച ഏദോംസായിലെ മണ്ണ് തൻ്റെ കയ്യിലെടുത്ത് കുഴച്ച് പശുമയുള്ളതാക്കി പരുവപ്പെടുത്തി അതിൻ്റെ കൃമികീടങ്ങളും കല്ലുകളും മാറ്റി അതിനെ പരമാവധി മാർദ്ദവമുള്ളതാക്കി തീർത്തിട്ട് ദൈവം തമ്പുരാൻ തൻ്റെ വിരൽ കൊണ്ട് മനുഷ്യനെ പണിതെടുക്കുകയാണ്. തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും തന്നെ. ഇത് തന്നെ ഒരു അത്ഭുതമല്ലേ പ്രിയപ്പെട്ടവരെ? ലോകത്ത് മറ്റൊരു സൃഷ്ടിയുടെ മേലും ദൈവത്തിൻ്റെ കരം തൊട്ടിട്ടില്ല. ദൈവത്തിൻ്റെ കരം തൊട്ടിട്ടുള്ള ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. ലോകത്ത് മറ്റൊരു സൃഷ്ടിയുടെ മൂക്കിലും ദൈവം ജീവശ്വാസം ഊതിയിട്ടില്ല. ദൈവം മൂക്കിൽ ജീവശ്വാസം ഊതിയ ഒരേ ഒരു സൃഷ്ടി മനുഷ്യനാണ്. ദൈവം മനുഷ്യ ശരീരത്തെ കൈകൊണ്ട് പണിതെടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ശില്പി ശില്പം മെനയുന്നത്, അതിന് കളിമണ്ണ് പാകപ്പെടുത്തുന്നത് ഒരുപാട് സമയം ആ മണ്ണുമായി മല്ലിട്ടിട്ടാണ്. നമ്മളൊക്കെ ഒരു 50 ആണ്ട് മുമ്പ് നമ്മുടെ അടുക്കളകളിൽ ഉപയോഗിച്ചിരുന്നത് മൺപാത്രങ്ങളാണ്. പിന്നീടത് അലൂമിനിയം പാത്രങ്ങൾക്കും സ്റ്റീൽ പാത്രങ്ങൾക്കുമൊക്കെ വഴിമാറി ഇപ്പോൾ പതുക്കെ മൺപാത്രങ്ങളിലേക്ക് മടങ്ങുന്നുണ്ട്. മൺപാത്രങ്ങളിലേക്ക് മടങ്ങിയാലും മടങ്ങിയില്ലെങ്കിലും മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഈ മൺപാത്രങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ആ പാത്രങ്ങളുടെ നിർമ്മിതിക്ക് പിന്നിലുള്ള ചിത്രവും ചരിത്രവും പലപ്പോഴും അറിയില്ല. ഇപ്പോഴെല്ലാം മൺപാത്രങ്ങൾ ഫാക്ടറികളിൽ ഉൽപ്പാദിപ്പിക്കുകയാണ്. കളിമണ്ണ് ഒരു മെഷീനകത്ത് നിക്ഷേപിച്ച് കൊടുത്താൽ അതിനെ മർദ്ദിച്ച് മർദ്ദവപ്പെടുത്തി ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് അത് വേറൊരു മോൾഡിലേക്ക് മാറ്റി കൃത്യമായ അളവിൽ പാത്രം മനഞ്ഞ് അത് ചൂളയിൽ കത്തിച്ച് പാകപ്പെടുത്തി അപ്പുറത്ത് ഡെലിവറി തരുന്ന മെഷീനുകളുള്ള ഒരു കാലമാണ്. എന്നാൽ ശില്പി അല്ലെങ്കിൽ കുശവൻ കലം മെനയുന്നത് വലിയ കായികാധ്വാനത്തിന് ശേഷമാണ്. കലം മെനയുവാൻ യോഗ്യതയുള്ള മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്ന് കുശവൻ അത് ആദ്യം കാലുകൊണ്ട് ചവിട്ടിക്കുഴയ്ക്കുകയാണ്. അത് കുറേ അധികം ചെളിയാണ്. അത് ചവിട്ടിക്കുഴയ്ക്കുമ്പോൾ കാലിൽ തടയുന്ന കല്ലുകളും കീടങ്ങളും ചെറിയ ചെറിയ തരികളും എല്ലാം അപ്പോഴപ്പോൾ തടുത്തു മാറ്റി അത് ഈ മണ്ണിൽ നിന്ന് വേർപെടുത്തും. കീടങ്ങളെല്ലാം അതിൽ നിന്ന് ഒഴിവാക്കുകയാണ്. എന്തിനെന്നാൽ ഒരു കലം മെനഞ്ഞെടുത്ത് ചൂളയിൽ വയ്ക്കുമ്പോൾ അതിൽ കല്ലോ ഒരു കീടമോ
ഏതെങ്കിലും മുഴുത്ത മണൽത്തരികളോ ഉണ്ടെങ്കിൽ ആ പാത്രത്തിന് പശുമ നഷ്ടപ്പെടുകയും അത് ഒട്ടിപ്പിടിക്കുന്നതിൽ പരാജയപ്പെടുകയും പാത്രം പിളർന്ന് അത് ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യും. അതുകൊണ്ട് അതിനെ പരുവപ്പെടുത്താൻ കാലുകൊണ്ട് ദീർഘസമയം മർദ്ദിക്കും. ഒരു ദിവസം കൊണ്ടൊന്നുമല്ല, പല ദിവസങ്ങളിൽ ആവർത്തിച്ച് മണ്ണ് ചവിട്ടിക്കുഴച്ച് അതിന് പദം വരുത്തുകയാണ്. കാലുകൊണ്ട് ചവിട്ടിയാൽ കാലിൽ തടയാത്ത കല്ലോ മറ്റു കീടങ്ങളോ തടയാത്ത അവസ്ഥയിൽ എത്തിച്ചു വെച്ചിട്ട് പിന്നെ കുശവൻ രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ഈ മണ്ണിൽ നിന്ന് ഒരു പോർഷൻ തൻ്റെ കൈ കൊണ്ട് അടർത്തിയെടുത്ത് വിശാലമായൊരു പ്രതലത്തിൽ വെച്ച് കൈ കൊണ്ട് അതിനെ മർദ്ദിക്കുകയാണ്. ഇത് രണ്ടാമത്തെ പ്രോസസ്സാണ്. കൈ കൊണ്ട് മർദ്ദിക്കുമ്പോൾ ഈ മർദ്ദനത്തിൻ്റെ കൂട്ടത്തിൽ കൈയുടെ വിരലുകൊണ്ട് ഈ മണ്ണ് അരയ്ക്കും. ഓരോ പരമാണുവിലേക്കും ഈ വിരൽ കയറി ചെല്ലും, പ്രത്യേകിച്ച് തള്ളവിരലുകൾ. അതിനകത്ത് ചെറിയ മണൽത്തരി ഉണ്ടെങ്കിൽ അതുപോലും ഈ കുശവൻ കണ്ടെത്തി വേർതിരിച്ച് മാറ്റിക്കളയും. അങ്ങനെ അനേക ആവർത്തി മർദ്ദിച്ചു കഴിയുമ്പോൾ ഈ മണ്ണ് പശുമയുള്ളതായിത്തീരും, യോഗ്യതയുള്ളതായിത്തീരും. ആ മണ്ണ് ഒരു നിശ്ചിത അളവ് വാരി തൻ്റെ ചക്രത്തിന്മേൽ വെച്ച് ചക്രം തിരിച്ച് കൈ പ്രത്യേക ആംഗിളിൽ പിടിച്ച് മനസ്സിൽ വരച്ച ചിത്രത്തിനൊത്തവണ്ണം ആ മണ്ണിനെ ഒരു കലമായി, ഒരു ഫ്ലവർ വേസായി അല്ലെങ്കിൽ മറ്റൊന്നായി അദ്ദേഹം രൂപപ്പെടുത്തി എടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണിത് പറഞ്ഞതെന്നല്ലേ? ഒരു കുശവൻ കലം മനയുവാൻ ഇപ്രകാരം മണ്ണ് പാകപ്പെടുത്തുമ്പോൾ ആ കുശവന്റെ കൈ ചെല്ലാത്ത, വിരൽ തൊടാത്ത ഒരു പരമാണു പോലും ആ പാത്രത്തിൽ ഉണ്ടാകില്ല. എല്ലായിടത്തും അദ്ദേഹത്തിന്റെ കൈകൾ എത്തിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ലോകോത്തര ശില്പിയായ സർവശക്തനായ ദൈവം മനുഷ്യനെ മനഞ്ഞെടുക്കുവാൻ ഏദോംസായിലെ മണ്ണ് തൻ്റെ കയ്യിലിട്ട് കുഴച്ചപ്പോൾ ആ മണ്ണിൻ്റെ പരമാണുവിൽ വരെ ദൈവത്തിൻ്റെ അത്ഭുതമേറിയ വിരൽ തൊട്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ദൈവകരത്തിൻ്റെ ശക്തി എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ദൈവകരത്തിൻ്റെ ശക്തി മനുഷ്യന് ചിന്തിക്കാവുന്നതിന് എത്രയോ ഉപരിയാണ്. പ്രിയപ്പെട്ടവരെ, ആധുനിക കാലത്ത് ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമുണ്ട്, ലേസർ ട്രീറ്റ്മെൻറ്റ്, റേഡിയേഷൻ തെറാപ്പി. ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സർജറി കഴിഞ്ഞാൽ സർജറിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കോശങ്ങളിൽ ക്യാൻസറിൻ്റെ അണുക്കളുണ്ടെങ്കിൽ അതിനെ കൊന്നുകളയാൻ വേണ്ടി, ആ കോശങ്ങൾ അടക്കം മരിപ്പിക്കാൻ വേണ്ടി റേഡിയേഷൻ തെറാപ്പി കൊടുക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രം. ചിലപ്പോൾ 10, 20, 30, 50 അതിൽ കൂടുതലൊക്കെ റേഡിയേഷൻ ചില ആളുകൾക്ക് കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും ഒരു പക്ഷേ അങ്ങനെ റേഡിയേഷൻ തെറാപ്പി അനുഭവിക്കാനുള്ള സാഹചര്യം ഉണ്ടായി കാണാം. ദൈവമക്കളെ ഓർക്കുക, ഈ റേഡിയേഷൻ നടത്തുമ്പോൾ ലേസറാണ് കടത്തിവിടുന്നത്. ലേസർ കടന്നു പോകുന്ന ഭാഗങ്ങളെ കരിച്ചു കളയും. എന്നാൽ ഈ റേഡിയേഷൻ തെറാപ്പി ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാക്കുന്ന അവസ്ഥാ മാറ്റം, അവിടെ ഉണ്ടാക്കുന്നതായ രൂപാന്തരപ്പെടുത്തലുകൾ നമുക്കറിയാം. എന്നാൽ ഒന്ന് മനസ്സിലാക്കുക, 10,000 ലേസർ രശ്മിയേക്കാൾ കരുത്തുണ്ട് കർത്താവിൻ്റെ വിരൽത്തുമ്പിന്. ആ വിരലിൻ്റെ ശക്തിയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അവൻ ഒരു കുഷ്ഠരോഗി തമ്പുരാൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. യേശു അവനോട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാക. തമ്പുരാൻ കൈ നീട്ടി അവനെ തൊട്ടു, അവൻ തൽക്ഷണം സുഖപ്പെട്ടു എന്ന് നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു കുഷ്ഠരോഗിയെ അടുത്ത് കണ്ടറിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? കുഷ്ഠരോഗിയെ അടുത്തറിയുമ്പോഴാണ് ആ ശരീരത്തിൻ്റെ ഭീകരത മനസ്സിലാകുന്നത്. അത് വളരെ നിറച്ച് വടുക്കളും കുഴികളുമുള്ള ശരീരമാണ് കുഷ്ഠരോഗിയുടെ ശരീരം. നാട്ടുംപുറത്ത് ഇവിടെയൊക്കെ കാണും, മലം പ്രദേശമാണല്ലോ, അവിടെ ചിതൽപുറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ ആളോളം പൊക്കമുള്ള, അതിലേറെ പൊക്കമുള്ള വാൽമീകങ്ങൾ, അങ്ങനെ കാനന പ്രദേശത്തൊക്കെ നിങ്ങൾ കണ്ടു കാണും. ചിതൽപുറ്റിൻ്റെ സംസ്കൃത പദമാണ് ഈ വാൽമീകം എന്ന് പറയുന്നത്. ഞാൻ വയനാട് ജില്ലയിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. എൻ്റെ നാട്ടിൽ ആളോളം പൊക്കമുള്ള വലിയ ചിതൽപുറ്റുകൾ ധാരാളമുണ്ട്. ഇത് തട്ടിത്തകർത്താൽ ഇതിനകത്ത് നിറയെ വടുക്കളും കുഴികളും, അതിനകത്ത് നിറയെ പലപ്പോഴും ചോറും, അതിനകത്ത് ചിതലും. പ്രിയപ്പെട്ടവരെ, ഈ ചിതലിനെ തിന്നാനായിട്ട് അതിനകത്ത് കയറിയ പാമ്പ് ചിതലിനെ തിന്നു തീർത്തിട്ട് അത് തൻ്റെ മാളവും കൂടുമാക്കി തീർത്തതൊക്കെ ഞാൻ ഒരുപാട് വട്ടം കണ്ടിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചിതൽപുറ്റിനകത്ത് നിറച്ചും ചിതലും അതിൻ്റെ പുഴുവുമൊക്കെ കൂടുകൂട്ടിയിരിക്കുന്നത് പോലെ ഒരു കുഷ്ഠരോഗിയുടെ ശരീരം. ഈ ശരീരത്തിൽ നിറയെ വടുക്കളും കുഴികളും, അതിനകത്ത് നിറയെ പുഴുക്കളുമാണ്. ഇത് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. എല്ലാ കുഷ്ഠരോഗികളെക്കുറിച്ചും അങ്ങനെ പറയാനാകുമോ എന്നെനിക്കറിയില്ല. ഞാൻ ഒരിക്കലൊരു സംഭവം നേരിട്ട് കണ്ടു. കണ്ണൂർ ജില്ലയിൽ പള്ളി നടത്തുന്ന കാലത്താണ്. റോഡരികിൽ പള്ളിക്കടുത്ത് ബസ് സ്റ്റോപ്പിൽ ഞാൻ നിൽക്കുകയാണ്. ഒരു ബസ് വന്ന് നിന്നു. എനിക്ക് ആ ബസ്സിൽ കയറി പോകേണ്ടതാണ്. ആ ബസ്സിൽ നിന്നൊരു മനുഷ്യൻ റോഡിലേക്ക് ഇറങ്ങിയിട്ട്
ചുവടുറയ്ക്കാതെ വട്ടം കറങ്ങി തെന്നി മാറി വീഴാൻ പോകുന്നു. പെട്ടെന്ന് ഞാൻ അയാളെ പിടിക്കാനാഞ്ഞെങ്കിലും പിടിക്കേണ്ടി വന്നില്ല. അയാൾ ബാലൻസ് ചെയ്ത് നിന്നു. ഇയാൾ എന്താണ് ഇങ്ങനെ വേച്ച് വീണു പോകുന്നത്? നട്ടുവെച്ച സമയമാണ്. ഞാൻ നോക്കി, ഒന്നുകിൽ ഇയാൾ മദ്യപിച്ച ലക്ക് കെട്ടയാളാണ്, അല്ലെങ്കിൽ ഇയാൾക്ക് എന്തെങ്കിലും അസുഖം കാണും. പെട്ടെന്നാണ് ഞാൻ കണ്ടത് ഈ രണ്ട് കുഴപ്പവും അയാൾക്കില്ല. അയാളുടെ രണ്ട് കാൽപാദവും പാതിയേ ഉള്ളൂ, പാതി മുറിഞ്ഞു പോയതാണ്. കൈപ്പത്തികൾക്ക് പത്തികളില്ല, ഈ റിഡ്സിൽ വന്ന് മുറിഞ്ഞു പോയതാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു കുഷ്ഠരോഗിയായിരുന്നു. അയാളുടെ ശരീരത്തിൽ അവിടെ ഇവിടെ വ്രണങ്ങൾ, അതിനകത്ത് പ്രിയപ്പെട്ടവരെ മാംസം ഇങ്ങനെ പറഞ്ഞു തൂങ്ങിക്കിടക്കുകയാണ്. കണ്ടാൽ ഭയങ്കര ഭീകരത തോന്നുന്ന ഒരു രൂപമാണ് അയാളുടേത്. പെട്ടെന്ന് ഞാൻ അയാളെ തന്നെ നോക്കി നിന്നു. ആ ബസ്സിൽ യാത്ര വേണ്ടെന്ന് വെച്ചു. ഞാൻ അയാളോട് ചോദിച്ചു, എന്തെങ്കിലും സഹായം? ഒന്നും വേണ്ട എന്ന് അയാൾ പറഞ്ഞു. എന്നിട്ട് അയാൾ ചുറ്റുമൊന്ന് വീക്ഷിച്ചു. അവിടെ ഒരു ചായക്കട കണ്ടപ്പോൾ ആ മനുഷ്യൻ അതിൻ്റെ അരികിലേക്ക് ചെന്നു. തൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് ഭാണ്ഡം അഴിച്ച് അയാളൊരു പാത്രം കയ്യിലെടുത്തു, ഒരു തൂക്കുപാത്രം. എന്നിട്ട് ആ ചായക്കടയുടെ അരികിലേക്ക് ചെന്നിട്ട് ചായക്കടക്കാരോട് പറഞ്ഞു, ചേട്ടാ, ഈ പാത്രത്തിൽ ഒരു പാത്രം തിളച്ച വെള്ളം എനിക്ക് തരാമോ? അപ്പോൾ ആ ചായക്കടക്കാരനും ഞാനും അവിടെ കണ്ടു നിന്ന മനുഷ്യരും ചിന്തിച്ചത് ഇങ്ങനെയാണ്. നാടൻ ചായക്കടയിൽ സമോവർ എന്ന് പറയുന്ന ഒരു പാത്രമുണ്ടല്ലോ, അതിൽ വെള്ളം രാവിലെ മുതൽ വൈകുന്നേരം വരെ തിളച്ചുകൊണ്ടിരിക്കും. ഇതിനകത്ത് നിന്ന് വെള്ളം കോരി ആണ് കൊടുക്കാൻ പറയുന്നത്. ഒരു പക്ഷേ ഒരു ചായ വേണമെന്ന് പറഞ്ഞാൽ ചായക്കടയിൽ നിന്നൊരു ഗ്ലാസ്സിൽ ചായ അയാൾക്ക് കൊടുത്തേക്കില്ല എന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയിട്ട് പാത്രത്തിൽ ചൂടുവെള്ളം വാങ്ങി ഭാണ്ഡത്തിലുള്ള ചായപ്പൊടിയോ പഞ്ചസാരയോ കൂട്ടി ഒരു ചായ ഉണ്ടാക്കി കുടിക്കാനുള്ള ശ്രമമാണെന്നാണ് ഞങ്ങൾ നനച്ചത്. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെയാണ് നനച്ചത്. പക്ഷേ ഈ ചായക്കടക്കാരൻക്ക് ഈ സമോവറിൽ നിന്ന് ഒരു പാത്രം വെള്ളം കോരി തിളയ്ക്കുന്ന വെള്ളം ആ ചോറ്റുപാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അയാൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയില്ല, കാപ്പി ഉണ്ടാക്കിയില്ല, കുടിച്ചുമില്ല. റോഡിലേക്ക് തെല്ല് മാറി നിന്നിട്ട് ഈ തിളയ്ക്കുന്ന വെള്ളം കാൽമുട്ടിന് കീഴെ രണ്ട് കാലുകളിലേക്കും അയാൾ ഒഴിച്ചു. ഞെട്ടലോടുകൂടിയാണ് ഞാനത് കണ്ടത്. എന്നൊരു ശബ്ദം ഞാൻ കേൾപ്പിച്ചെങ്കിലും അയാളത് മൈൻഡ് ചെയ്തില്ല. പ്രിയപ്പെട്ടവരെ, ഒരു കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ സെൻസേഷൻ ഇല്ല. എത്ര ഭീകരമായ മുറിവേറ്റാലും വേദന അറിയില്ല. തീക്കൊള്ളി കൊണ്ട് കുത്തിയാൽ വേദന അറിയില്ല. കനൽ കട്ട കൈകൊണ്ട് വാരിയാൽ വേദന അറിയില്ല. ഇതാണ് കുഷ്ഠരോഗം വന്നാലുള്ള പ്രത്യേകത. ഈ തിളച്ച വെള്ളം അങ്ങ് ഒഴിച്ചപ്പോഴാ കാൽമുട്ടിന് കീഴെയുള്ള വടുക്കളിലെ കുഴികളിലേക്ക് തിളച്ച വെള്ളം ഇറങ്ങിയിട്ട് കുഴികളിൽ നിറഞ്ഞിരുന്ന പുഴുക്കൾ, നൂലുപോലുള്ള പുഴുക്കൾ പുറത്തേക്ക് വീർത്ത് പൊട്ടി ചാടി തലപുറത്തേക്കിട്ട് കിടന്നു. അയാൾ അവിടെ ഇരുന്നത് ഓരോന്നോരോന്ന് പെറുക്കി മാറ്റുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ അത് നോക്കിക്കൊണ്ട് നിന്നു. അപ്പോഴേക്കും എൻ്റെ ബസ് വന്നു. എനിക്ക് അർജൻറ്റായി പോകേണ്ട യാത്രയായതുകൊണ്ട് ഞാൻ കയറിപ്പോയി. ഞാനിതിപ്പോഴും ഓർത്തത് എന്തിനാണെന്ന് വെച്ചാൽ, ഒരു കുഷ്ഠരോഗിയുടെ ശരീരത്തിൻ്റെ നില എന്താണെന്ന് നിങ്ങളോട് പറയാനാണ്. ഇപ്രകാരം ജീർണിച്ചും വടുക്കളും കുഴികൾ നിറച്ച പുഴുക്കളുമായി നിന്ന ഒരു മനുഷ്യൻ വന്ന് തമ്പുരാനോട്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ, മനസ്സുണ്ട്, നീ ശുദ്ധനാക എന്ന് കൽപ്പിച്ച് കൈ നീട്ടി അവനെ തൊട്ടു. തൊട്ട ക്ഷണത്തിൽ ആ മനുഷ്യ ശരീരത്തിലെ വടുക്കൾ നികന്നു, കുഴികൾ നികന്നു, പാടുകൾ മാഞ്ഞു. ആ മനുഷ്യന്റെ ശരീരം മൃദുവായി, വെണ്മയുള്ളതായി, മാർദ്ദവമുള്ളതായി, പൂർണ്ണതയുള്ളതായി തീർന്നെങ്കിൽ ആ കരത്തിന്റെ ശക്തി എത്രമാത്രം തീവ്രമാണ് പ്രിയപ്പെട്ടവരെ. ലേസറിനേക്കാൾ 10,000 മടങ്ങ് ശക്തമായ രശ്മികൾ പുറപ്പെടുന്ന അത്ഭുതകരമായ കരത്തിന്റെ ഉടമയാണ് നമ്മുടെ കർത്താവ്. ആ കരം കൊണ്ടാണ് അവൻ മനുഷ്യനെ പണിതെടുത്തത്. ഹല്ലേലൂയ. അതേ കരങ്ങളുമായിട്ടാണ് ഇപ്പോൾ തമ്പുരാൻ ഭൂമിയിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ആ സംബന്ധിച്ച് ഒരിക്കൽ ഒരു പുസ്തകം വായിച്ചപ്പോൾ ഞാൻ അമ്പരപ്പോടെ വായിച്ച ഒരു ചിത്രം കൂടെ നിങ്ങളോട് പറയാം. കർത്താവ് ഒരു പിറവിക്കുരുടന് സൗഖ്യം കൊടുത്ത ഒരു രംഗം വേദപുസ്തകത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. അവന് പിറവിയിലെ കണ്ണുകൾ ഉണ്ടായിരുന്നില്ല. ഈ ചിന്തകൻ എഴുതിയിരിക്കുന്നത് കണ്ണുകളേ ഉണ്ടായിരുന്നില്ല. കണ്ണിരിക്കേണ്ട സ്ഥാനത്ത് 2 കുഴികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവന് കണ്ണുകളേ ഉണ്ടായിരുന്നില്ല. അവനെ കണ്ടപ്പോൾ സ്രഷ്ടാവായ തമ്പുരാൻ തൻ്റെ സൃഷ്ടിയുടെ പരിമിതിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടു. എന്നാൽ അതിൻ്റെ പരിമിതി തീർക്കുവാൻ തമ്പുരാൻ തീരുമാനിച്ചു. നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: യേശുമശിഹ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി, ചേറവൻ്റെ കണ്ണിന് മേൽ പൂശി, ശീലാഹമിൽ കഴുകാൻ പറഞ്ഞു, കഴുകി അവൻ കാഴ്ച പ്രാപിച്ചു എന്ന്. എന്നാൽ ആ ചിന്തകൻ എഴുതിയത് അങ്ങനെയല്ല. യേശുമശിഹ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് മണ്ണ് കുഴച്ച് ചേറുണ്ടാക്കി, ആ ചേറുകൊണ്ട് 2 മണ്ണുരുളകൾ ഉരുട്ടിയെടുത്തു. എന്നിട്ട് ഈ കണ്ണിരിക്കേണ്ട കുഴികളിലേക്ക് ആ മണ്ണുരുളകൾ തള്ളിക്കയറ്റി വെച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ശീലാഹാമിൽ ചെന്ന് കഴുകുക. അവൻ ചെന്ന് കഴുകിയ മാത്രയിൽ കളിമണ്ണ് കണ്ണായി മാറി എന്ന്. എന്താണ് അവിടെ വിവക്ഷിക്കുന്നത്? ആദിയിൽ ഏദനിൽ തൻ്റെ വിരൽ കൊണ്ട് കളിമണ്ണുപയോഗിച്ച് മനുഷ്യനെ പണിതെടുത്ത അതേ ദൈവം തമ്പുരാൻ അതേ വിരലുമായി ഇതാ ഇപ്പോൾ ഭൂമിയിൽ മാനുഷ്യ രൂപത്തിൽ നിൽക്കുന്നു. അവൻ തന്നെയാണിവൻ.
ആ വിരലുകളാണ് ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. അതേ വിരൽ കൊണ്ടാണ് ഇപ്പോൾ കളിമണ്ണ് അവൻ രൂപപ്പെടുത്തി കണ്ണായി മാറ്റിയിരിക്കുന്നത്. അത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ ആ വിരലിന്റെ ശക്തി. ആ കൈ ഒന്നുയർത്തിയപ്പോൾ അലറി മറയുന്ന കടലും കാറ്റും അടങ്ങി. ആ കൈ കൊണ്ട് തൊട്ടപ്പോൾ ഊമന്റെ നാവിന്റെ കെട്ടഴിഞ്ഞു. ആ കൈ കൊണ്ട് തൊട്ടപ്പോൾ മുടന്തന്റെ കാലിന്റെ വളവ് നിവർന്നു. ആ കൈ കൊണ്ട് തൊട്ടപ്പോൾ കുരുടന്റെ കണ്ണ് തുറന്നു, ചെകിടന്റെ കാത് തുറന്നു. ദൈവമക്കളെ, ആ കരത്തിന്റെ ശക്തി അവർണ്ണനീയമാണ്. ആ കരം കൊണ്ട് പണിതെടുക്കപ്പെട്ടവനാണ് മനുഷ്യൻ. കോടിക്കണക്കിന് കോശങ്ങളും കോടാനുകോടിക്കണക്കിന് ക്രോമസോമുകളും മനുഷ്യ ശരീരത്തിലുണ്ടെന്ന് ശാസ്ത്രം വിധിച്ചു പറയുമ്പോൾ, ഈ കോടിക്കണക്കിന് കോശങ്ങളിലും കോടാനുകോടിക്കണക്കിന് ക്രോമസോമുകളിലും ദൈവം തമ്പുരാന്റെ അത്ഭുതകരമായ വിരൽ തൊട്ടിട്ടുണ്ട്. ആമേൻ. എന്ന് വെച്ചാൽ ദൈവം തൊടാത്ത ഒരു പരമാണ് പോലും സ്നേഹിത സഹോദരി നിന്റെ ദേഹത്തില്ല. ദൈവം പണിതതാണ് നിന്നെ. നീ ഒരു അത്ഭുതമാണ് മനുഷ്യ, നീ ഒരു അത്ഭുതമാണ്. മാത്രമല്ല, തൻ്റെ കൈകൊണ്ട് ഇങ്ങനെ പണിതെടുത്ത മനുഷ്യൻ ഏദൻ പർദീസായിലെ പച്ചപ്പുൽപ്പരവതാനിയിൽ ഇങ്ങനെ നിർനിമേഷമായി കളിമൺപ്രതിമയായി കിടക്കുകയാണ്. സ്രഷ്ടാവായ തമ്പുരാൻ അതിൻ്റെ മുമ്പിൽ മുട്ടുമടക്കി. അതിനോടുള്ള വിധേയത്വം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്, ജീവൻ കൊടുക്കാനുള്ള ദൈവത്തിൻ്റെ കരുതലാൽ. എന്നിട്ട് ദൈവം തൻ്റെ അന്തരാത്മാവിൽ നിന്ന് സ്വംശീകരിച്ചെടുത്ത പ്രാണൻ ഈ മനുഷ്യന്റെ ഈ പ്രതിമയുടെ നാസാരന്ധ്രത്തോട് തന്റെ അധരം ചേർത്ത് വെച്ച് അവന്റെ അന്തരാത്മാവിലേക്ക് ഊതിക്കയറ്റി അവൻ ജീവനുള്ള ദേഹിയായി ഉണർന്നെഴുന്നേറ്റു. അവനാണ് ആദാം. അവന്റെ സന്തതി പരമ്പരകളാണ് മാനവകുലം. അതിൽപ്പെട്ടവരാണ് നമ്മൾ. അത്ഭുതമാണ് മനുഷ്യ, നീ ഒരു അത്ഭുതമാണ്. നിനക്കറിയില്ല നീ ആരാണെന്ന്, നിനക്കറിയില്ല നീ എന്താണെന്ന്. ശരിക്കും അത് നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, ഈ അത്ഭുതവാനായ ദൈവം എന്നെ ഇപ്രകാരം സൃഷ്ടിച്ചിരിക്കുന്നുവെന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ ആ മഹാപ്രവർത്തിക്കൊത്തവണ്ണം നമ്മുടെ ജീവിതത്തെ നാം ചിട്ടപ്പെടുത്തുമായിരുന്നല്ലോ. ഇനിയും കേൾക്കുക, ദൈവം അപ്രകാരം മനുഷ്യനെ പണിതെടുത്തപ്പോൾ, മെനഞ്ഞെടുത്തപ്പോൾ അവനെ സൃഷ്ടിച്ചത് തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലുമാണ്. ലോകത്ത് മറ്റൊരു സൃഷ്ടിക്കും ദൈവസ്വരൂപം കൽപ്പിച്ചു നൽകിയിട്ടില്ല, ദൈവ സാദൃശ്യം കൽപ്പിച്ചു നൽകിയിട്ടില്ല. ദൈവത്തിൻ്റെ സ്വരൂപമാണ് മനുഷ്യൻ, ദൈവത്തിൻ്റെ സാദൃശ്യമാണ് മനുഷ്യൻ. ഇങ്ങനെ ദൈവസ്വരൂപത്തിലും ദൈവ സാദൃശ്യത്തിലും മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ടാണ് മനുഷ്യന് ദൈവത്തോട് കൂട്ടായ്മയാചരിപ്പാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ലോകത്ത് മറ്റൊരു ജീവിക്കും ദൈവത്തോട് കൂട്ടായ്മയാചരിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ മനുഷ്യന് ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യന് ദൈവ സാദൃശ്യം ഉള്ളതുകൊണ്ട് എന്നതിനാൽ തന്നെ. ലോകത്ത് മറ്റൊരു ജീവിക്കും ഇങ്ങനൊരു സാദൃശ്യമില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ മഹത്വമേറിയ സൃഷ്ടിയാണ് മാലാഖമാർ. എന്നാൽ അവർക്ക് പോലും മനുഷ്യനോളം ദൈവ സാദൃശ്യം നൽകപ്പെട്ടിട്ടില്ല. ഏശായാ പ്രവചനം 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഏശായാ പ്രവാചകൻ കണ്ട ഒരു ദർശനം അദ്ദേഹം വരച്ചു വെച്ചിട്ടുണ്ട്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പുകൾ മന്ദിരത്തെ ആകമാനം നിറച്ചിരുന്നു. അവൻ്റെ സിംഹാസനത്തിനു ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. സാറാഫ് എന്ന് പറയുന്നത് പ്രത്യേക വൃന്ദം മാലാഖമാരാണ്. സാറാഫ് എന്ന പേരിൻ്റെ അർത്ഥം തന്നെ അഗ്നിധാരി എന്നാണ്. അഗ്നിധാരി എന്ന് വെച്ചാൽ തീ ധരിച്ചവൻ, തീക്കുപ്പായമിട്ടവൻ, അവനാണ് സാറാഫ്. ദൈവസിംഹാസനത്തിന് ചുറ്റും സാറാഫുകൾ നിന്നിരുന്നു. ഈ സാറാഫുകളെ കുറിച്ച് പ്രവാചകൻ എഴുതുന്നത് ഓരോരോന് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. അതെന്തിന്? പറക്കാനാണെങ്കിൽ 2 മതിയല്ലോ. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2 ചിറക് കൊണ്ടവർ മുഖം മൂടി, 2 ചിറക് കൊണ്ട് കാൽപാദം മൂടി, ശേഷിച്ച 2 കൊണ്ടവർ പറന്നു. ഒരുത്തനോട് ഒരുത്തൻ മുഖാമുഖം വന്ന് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്ന് 6 തട്ടഹസിച്ച് സ്തുതിച്ചു കൊണ്ടിരുന്നു. അവരുടെ സ്തുതിയുടെ ശബ്ദത്താൽ ആലയത്തിൻ്റെ ഉമ്മറപ്പടികൾ കുലുങ്ങി എന്നാണ് പ്രവാചകൻ ദർശിച്ചത്. ദൈവമക്കളെ, എന്തിനാണ് അവർ കാലും മുഖവും മൂടിയത്? കഴുത്തു മുതൽ പാദം വരെ തീക്കുപ്പായം ഇട്ടിട്ടുള്ളത് കൊണ്ട് അവരുടെ ശരീരത്തിന് ദൈവ തേജസ്സിന് അരികിൽ നിന്നാൽ പൊള്ളലേൽക്കില്ല. ദൈവം ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നിയാണ്. ദൈവ തേജസ്സിനെ വർണ്ണിക്കാനാകില്ല. ദൈവമക്കളെ, ഈ ജ്വലിപ്പിക്കുന്ന മഹാ അഗ്നിയായ ദൈവ തേജസ്സിന് അരികിൽ
ഈ വസ്ത്രത്തിൻ്റെ മറവിടമില്ലാത്ത മുഖം പ്രത്യക്ഷപ്പെട്ടാൽ ആ ക്ഷണത്തിൽ ഈ മാലാഖയുടെ മുഖം കരിഞ്ഞു പോകും, സാറാഫിൻ്റെ മുഖം കത്തിക്കരിഞ്ഞു പോകും. കാൽപാദം മറയ്ക്കാതെ ദൈവ തേജസ്സിനരികിൽ ചെന്നാൽ തൽക്ഷണം ആ കാൽപാദം കത്തിക്കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് കാലും മുഖവും മറച്ചു പിടിച്ചുകൊണ്ട് ഈ മാലാഖ ദൈവത്തെ ആരാധിപ്പാൻ അടുത്തു ചെന്നത്. എന്നാൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അതിനേക്കാളും ശ്രേഷ്ഠമായ നിലയിലാണ്. അത് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. 8-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. 3-ാമത്തെ വാക്യം മുതൽ ശ്രദ്ധിക്കുക. ദൈവമേ, നിന്റെ വിരലുകളുടെ പണിയായ ആകാശത്തെയും നീ ഉണ്ടാക്കിയ ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കുമ്പോൾ ഈ മർത്യനെ നീ ഓർക്കാൻ എന്തുള്ളൂ? ഈ മനുഷ്യപുത്രനെ നീ സന്ദർശിപ്പാൻ അവൻ എന്തുമാത്രം? 5-ാമത്തെ വാക്യത്തിൽ സങ്കീർത്തകൻ അതിൻ്റെ ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമേ, നീ അവനെ, മർത്യനെ, ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും അവനെ അണിയിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. ദൈവത്തെക്കാൾ അല്പം മാത്രം താഴ്ത്തി എന്ന് വെച്ചാൽ അത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ വർണ്ണിക്കുക? എങ്ങനെയാണത് മനസ്സിലാക്കുക? ഞാൻ ഇങ്ങനെ ചിന്തിക്കട്ടെ. ഇപ്പൊ നല്ല വേനൽക്കാലമാണല്ലോ. നട്ടുച്ച നേരത്ത് 1 മണി സമയത്ത് മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി ഇമ വെട്ടാതെ 10 മിനിറ്റ് സൂര്യനെ നോക്കാൻ കരുത്തുള്ള ആരുണ്ട് ഇവിടെ? ആരും കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അവർ വല്ല അമാനുഷിക ശക്തിയുള്ളവരുമായിരിക്കും. മനുഷ്യനെ കൊണ്ടത് അസാധ്യമാണ്. ദൈവമക്കളെ, ഒരു സൂര്യൻ്റെ ശക്തി ഇത്ര ഭയാനകമാണെങ്കിൽ 10 സൂര്യൻ ഒരുമിച്ചുദിച്ചാൽ അതിൻ്റെ മധ്യാഹ്ന തേജസ് എന്തായിരിക്കും? 100 സൂര്യൻ ഒരുമിച്ചുദിച്ചാൽ അതിൻ്റെ മധ്യാഹ്ന തേജസ് എന്തായിരിക്കും? 1000 സൂര്യഗോളം ഒരുമിച്ചുദിച്ചാൽ അതിൻ്റെ മധ്യാഹ്ന തേജസ് എന്തായിരിക്കും? ഊഹിക്കാനാകില്ല, അചിന്തനീയം. എന്നാൽ നമുക്ക് ദൈവത്തെ അവിടം കൊണ്ടും പറഞ്ഞു വയ്ക്കാനാകില്ല. അതൊന്നുമല്ല ദൈവത്തിൻ്റെ തേജസ്. ദൈവമക്കൾ, ദൈവത്തിൻ്റെ തേജസ്സും പ്രഭയും പ്രശോഭയും ഒന്നും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ സാധ്യമല്ല. കാരണം അവൻ അപരിമിതനായ ദൈവമാണ്. എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പരിമിതപ്പെടുത്തട്ടെ. 1000 മധ്യാഹന സൂര്യൻ്റെ തേജസ് ദൈവം തമ്പുരാനുണ്ടെങ്കിൽ 9999 മധ്യാഹന സൂര്യൻ്റെ തേജസ് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനുണ്ടായിരുന്നു. അല്പം മാത്രം താഴെ. മനുഷ്യൻ ദൈവത്തെക്കാൾ അല്പം മാത്രം താഴെയായിരുന്നു. അതുകൊണ്ടാണ് ഏദനിൽ ദൈവത്തോട് കൂടെ നടന്നിട്ട്, ദൈവത്തോട് മുഖാമുഖം സംസാരിച്ചിട്ട്, ദൈവത്തോട് തോളുരുമി നടന്നിട്ട് മനുഷ്യന് പൊള്ളലേൽക്കാതിരുന്നത്. മാലാഖമാർ പോലും ദൈവത്തിന് അരികിൽ ചെല്ലാൻ ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് കാലും മുഖവും മൂടി അടുത്ത് ചെന്നപ്പോൾ മറവിടം കൂടാതെ ദൈവത്തോടൊപ്പം നടന്നു മനുഷ്യൻ. മനുഷ്യ, നീ ഒരത്ഭുതമാണ്. ആമേൻ. എന്തുകൊണ്ടാണത് സാധ്യമായത്? മനുഷ്യന് ദൈവത്തിൻ്റെ സ്വരൂപമുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ സാദൃശ്യമുള്ളത് കൊണ്ട്. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തോട് കൂട്ടായ്മ ആചരിപ്പാൻ കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യന് ദൈവത്തോട് സംസാരിക്കുവാൻ കഴിഞ്ഞു. ദൈവം പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. ദൈവം പറയുന്നത് ഗ്രഹിക്കുവാനും അനുസരിക്കുവാനും കഴിഞ്ഞു. ദൈവമക്കളെ, മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ദൈവത്തോട് പറയാൻ കഴിയുന്നില്ല. ദൈവം പറയുന്നത് കേൾക്കാൻ കഴിയുന്നില്ല. ദൈവത്തോട് ആശയവിനിമയം നടത്താൻ കഴിയുന്നില്ല. മനുഷ്യനത് കഴിയുന്നതിൻ്റെ കാരണം മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമായതുകൊണ്ടാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങൾക്കൊന്നും സ്വന്തമായി ചിന്തിക്കുവാനും തീരുമാനിക്കാനും അത് പ്രവർത്തിക്കാനും കഴിയുന്നില്ല. മനുഷ്യന് ചിന്തിക്കുവാനും തീരുമാനിക്കുവാനും പ്രവർത്തിക്കുവാനും കഴിയുന്നു. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്. ആമേൻ. മനുഷ്യ, നീ ഒരത്ഭുതമാണ്. ശരിക്കും നമ്മൾക്കറിയില്ല നമ്മൾ ആരാണെന്ന്. അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നീ ആരാണെന്ന് നല്ലവണ്ണം നിനക്കറിയാമോ? ഹേ മനുഷ്യ, നീ എന്താണെന്ന് നല്ലവണ്ണം നിനക്കറിയാമോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവ സാദൃശ്യത്തിലാണ് ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അത്ര നിസ്സാരപ്പെട്ട വ്യക്തിയൊന്നുമല്ല. എന്താണ് ഈ ദൈവ സാദൃശ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഏതെല്ലാം തലങ്ങളിലാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നത്? അപ്പോൾ ദൈവ സാദൃശ്യം ഏതെല്ലാം തലങ്ങളിൽ നമ്മിൽ ഉണ്ട് എന്നതാണ് ഇനി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനിവിടെ ആദ്യമായിട്ട് പ്രസംഗിക്കാൻ വരികയാണ്. പ്രസംഗം തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂറോളമായി.
നിങ്ങളെല്ലാവരും മുഖക്കൊട്ട കെട്ടിയിരിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഭാവം എന്താണെന്ന് അറിയാൻ എനിക്ക് ഒരു നിവൃത്തിയുമില്ല. നിങ്ങൾ ഉറങ്ങുകയാണോ, ചിരിക്കുകയാണോ, കരയുകയാണോ ഒന്നും അറിയാൻ ഒരു മാർഗവും കാണുന്നില്ല. നിങ്ങളുടെ എല്ലാം മുഖത്തേക്ക് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരേ ഭാവമാണ്. പ്രിയപ്പെട്ടവരെ, എന്നാലും കണ്ണുകളിൽ നോക്കുമ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലിരിപ്പെന്ന് ഏകദേശം പിടികെട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ കണ്ണാരും തുറന്ന് പിടിക്കുന്നില്ല. ഉറങ്ങുന്നതാണോ ധ്യാനിക്കുന്നതാണോ എന്നെനിക്കറിയില്ല. ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നതിൻ്റെ കാരണം എന്താ? ഈ മോണിറ്റർ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ശ്രദ്ധയോടുകൂടിയിരിക്കാം. നിങ്ങളുടെ സപ്പോർട്ട് കൂടെ വേണം. ഒരു പ്രഭാഷകൻ്റെ പ്രഭാഷണം അതതിൻ്റെ വിജയകരമായ നിലയിലേക്ക് എത്തുന്നത് ശ്രോതാക്കളുടെ സഹകരണം ഉണ്ടാകുമ്പോഴാണ്. നിങ്ങളുടെ പ്രതികരണമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ഈ വേഷവും താടിയും രൂപവും തൊപ്പിയും എല്ലാം കണ്ടിട്ട് തെല്ല് ഭയപ്പെട്ടിട്ടുണ്ടോ എന്നെനിക്കൊരു തോന്നൽ. ഒന്നും പേടിക്കണം, ഞാൻ ഒരു പാവം പിടിച്ച മനുഷ്യനാണ്. ഇനിയിങ്ങനെ കടുകട്ടി വർത്തമാനങ്ങളൊക്കെ ചിലപ്പോൾ പറയുമെന്നേ ഉള്ളൂ. ആദ്യം ഞാൻ പറഞ്ഞില്ലേ, വയനാട്ടിൽ ജനിച്ചു വളർന്ന മനുഷ്യനാണ്. അത്രയൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കുറച്ചുകൂടി ഒന്ന് ലാഘവപ്പെട്ടെങ്കിൽ, നിങ്ങളുടെ ആ മസിലൊക്കെ ഒന്ന് വിട്ടെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യം. ഇതൊരു ഗ്രാമപ്രദേശമല്ല. ഇത്രയും മസിൽ പിടിക്കേണ്ട പവറൊന്നും നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഒന്ന് ശാന്തമായി, നിങ്ങൾ വളരെ ശാന്തമായിട്ടിരിക്കുക. ഞാൻ അവിയും തിരുമേനിയെ ആദ്യമായിട്ടാണ് കണ്ടത്. ഏതാണ്ട് 1/4 മണിക്കൂർ മുമ്പേ പരിചയപ്പെട്ടുള്ളൂ. തിരുമേനി വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരാളാണ്. തുറന്ന് ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചു. ഇനി കൂടുതൽ നാളെ സംസാരിക്കാമെന്ന് ഞാൻ വിചാരിക്കുക. നാളെയും കൂടി എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടില്ല അച്ഛാ. ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇന്ന് നിങ്ങളിങ്ങനെ എന്താ പറയുക, പ്രതിമ കണക്കെ ഇരുന്ന് എൻ്റെ മനസ്സ് മടുപ്പിച്ചാൽ നാളെ ചിലപ്പോൾ ഞാൻ വണ്ടി വേറെ വഴിക്ക് തിരിച്ചു വിട്ടേക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടി ഉത്സാഹത്തോടെ ഇരിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൈവസാദൃശ്യം ഏതെല്ലാം നിലകളിലാണ് നമ്മിലുള്ളത്? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഒന്ന്, ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യമാണ് മനുഷ്യനിലേക്ക് പകരപ്പെട്ടത്. ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യമെന്ന് പറഞ്ഞാൽ ദൈവം നീതിമാനാണ്, ദൈവം പരിശുദ്ധനാണ്. നീതിമാനും പരിശുദ്ധനുമായ ദൈവം ധാർമ്മിക പൂർണ്ണനാണ്. ധാർമ്മിക പൂർണ്ണനായ നീതിമാനും പരിശുദ്ധനുമായ ദൈവത്തിൻ്റെ നീതിയും വിശുദ്ധിയുമാകുന്ന ധാർമ്മിക സാദൃശ്യം തൻ്റെ സൃഷ്ടിയായ മനുഷ്യനിലേക്ക് ദൈവം പകർന്നിരിക്കുന്നു. അതുകൊണ്ട് സ്രഷ്ടാവിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനിൽ ദൈവത്തിൻ്റെ നീതിബോധമുണ്ടായിരിക്കണം, ദൈവത്തിൻ്റെ വിശുദ്ധിയും ഉണ്ടായിരിക്കണം. നമ്മിൽ വിശുദ്ധിയും നീതിയും കുടികൊള്ളുന്നുവെങ്കിൽ നാം ദൈവസാദൃശ്യമുള്ളവരാണ്. വിശുദ്ധിയും നീതിയും നമ്മിൽ ഇല്ലെങ്കിൽ നാം ദൈവസാദൃശ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ്. നമ്മൾ പാരമ്പര്യമുള്ളവരാണ്. ആദ്യം പറഞ്ഞതുപോലെ തറവാടികളാണ്. നല്ല ആരാധനയുള്ളവരാണ്. കൂട്ടായ്മ കൂടുന്നവരാണ്. ഒരുപാട് സമ്മേളനങ്ങളും ശുശ്രൂഷകളും കൂദാശകളും നടത്തുന്നവരാണ്. ഭക്തരാണ് സത്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ദൈവം തമ്പുരാൻ്റെ കൺമുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മിൽ ഒരു പരിശോധന ദൈവം നടത്തിയാൽ അവൻ നമ്മെ വിശുദ്ധരായി കാണുമോ? അവൻ നമ്മെ നീതിമാന്മാരായി കാണുമോ? ലോകം നമ്മെ എങ്ങനെ കാണുന്നു എന്നുള്ളത് ദൈവസന്നിധിയിൽ വിലപ്പോകില്ല. ലോകത്തെ ഒരു കാര്യം ബോധ്യപ്പെടുത്താൻ എളുപ്പമാണ്. ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. നമ്മൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നീതിയും വിശുദ്ധിയും ലോകത്തെ ബോധ്യപ്പെടുത്താനാണ്. എന്നാൽ ദൈവത്തെയാണത് ബോധ്യപ്പെടുത്തേണ്ടത്. ലോകത്തെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ബാഹ്യ ജീവിതം ക്രമപ്പെടുത്തിയാൽ മതി. ദൈവത്തെ ബോധ്യപ്പെടുത്താൻ നമ്മുടെ ആന്തരിക ജീവിതം ക്രമപ്പെടുത്തണം. എന്തുകൊണ്ടെന്നാൽ ദൈവം അന്തരേന്ദ്രിയങ്ങളെ പരിശോധിക്കുന്നവനാകുന്നു. ദൈവത്തിൻ്റെ കണ്ണിൻ്റെ ശക്തി അത് പലർക്കും ഇതുവരെ പിടികിട്ടിയിട്ടില്ല. ദൈവമക്കളെ, ദൈവത്തിൻ്റെ കണ്ണ് ആഴത്തിലെല്ലാം കാണുന്ന കണ്ണുകളാണ്. അതിൻ്റെ പവറിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഒരാൾ രോഗം വന്ന് ആശുപത്രിയിൽ പോയി, ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടർ രോഗവിവരമൊക്കെ ചോദിച്ചു. എന്നിട്ട് ഡോക്ടർ ആ മനുഷ്യൻ്റെ പൾസ് ഒന്ന് പിടിച്ചു നോക്കി. ഡോക്ടർക്ക് തൃപ്തി തോന്നിയില്ല. കഴുത്തിൽ കിടന്ന സ്റ്റെതസ്കോപ്പ് എടുത്ത് ചെവിയിൽ വെച്ചിട്ട് നെഞ്ചും പുറവുമൊക്കെ ഒന്ന് പരിശോധിച്ചു. തൃപ്തി തോന്നിയില്ല. ഡോക്ടർ അപ്പോൾ തൻ്റെ മേശപ്പുറത്തിരുന്ന ആ പ്രഷർ നോക്കുന്ന മെഷീൻ നിവർത്തി വെച്ച് കയ്യിലൊരു കെട്ടൊക്കെ കെട്ടി ഞെക്കി വീർപ്പിച്ച് പ്രഷർ നോക്കി. ഒരു തൃപ്തി വരുന്നില്ല ഡോക്ടർക്ക്. ഉടനെ ഡോക്ടർ പറഞ്ഞു, സ്നേഹിത, പോയി ഒരു എക്സ്റേ എടുത്തിട്ട് വരിക.
എക്സ്റേ ഫിലിമൊക്കെ നോക്കിയിട്ട് ഡോക്ടർക്ക് ഒരു തൃപ്തി വരുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, താങ്കൾ ഒരു ബ്ലഡ് ടെസ്റ്റ് നടത്തണം. വിശാലമായ ബ്ലഡ് ടെസ്റ്റൊക്കെ നടത്തി റിസൾട്ടൊക്കെ കണ്ടപ്പോൾ ഡോക്ടർക്ക് വീണ്ടും കുറേ ജിജ്ഞാസ. എന്നിട്ടും ഒരു പോരായിക പോലെ പോയിട്ടൊരു CT സ്കാൻ എടുത്തുകൊണ്ട് വരിക. CT സ്കാൻ കൊണ്ട് ചെന്ന് കൊടുത്തപ്പോൾ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഇതുകൊണ്ടും അങ്ങ് തൃപ്തിയാകുന്നില്ല, ഒരു MRI എടുത്തിട്ട് വരിക. ഇതൊക്കെ നിങ്ങൾ ഒരുപക്ഷെ അനുഭവിച്ചു കാണും. ഈ MRI എടുക്കുക എന്ന് പറഞ്ഞത് ഒരു പ്രത്യേക സുഖമുള്ള പരിപാടിയാണ് പ്രിയപ്പെട്ടവർ. ഒരു ഗുഹ പോലുള്ള മെഷീനകത്തേക്ക് നമ്മളെ പ്രത്യേകം വേഷമൊക്കെ കെട്ടിച്ചങ്ങ് കയറ്റി വിട്ടേച്ച് ഒരു 20 മിനിറ്റ് അതിനകത്തിട്ട് കറക്കുകയും തിരിക്കുകയും ഒക്കെ ചെയ്യും. തലകുത്തി മറിക്കില്ലെന്ന് തോന്നുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതിനകത്ത് കയറി ഇറങ്ങിയിട്ടുണ്ടോ? വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് പ്രിയപ്പെട്ടവർ. ഒരു 3-4 കൊല്ലം മുമ്പ് എനിക്ക് ഇങ്ങനൊരു മെഷീനകത്തുനിന്ന് കയറി ഇറങ്ങാൻ ഭാഗ്യം കിട്ടി. മാരകമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഭയങ്കര നടുവേദന, വണ്ടിയൊന്നും ഓടിക്കാൻ പറ്റുന്നില്ല, മലർന്ന് കിടക്കാനേ പറ്റുന്നത്, ഇപ്പോഴും പറ്റുന്നില്ല. ഉറക്കം കുറേ വർഷമായിട്ട് കമിഴ്ന്ന് കിടന്ന, മലർന്ന് കിടക്കരുതെന്ന് ദൈവം തമ്പുരാൻ പറഞ്ഞതുപോലെ മലർന്ന് കിടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ഡോക്ടറെ പോയി കണ്ടു. പ്രഗത്ഭനാണ്, പ്രശസ്തനാണ്, മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് പ്രൊഫസറാണെന്ന്. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം കാര്യങ്ങളെല്ലാം കേട്ടിട്ട് എന്നെ തൊടുകയോ പരിശോധിക്കുകയോ ഒന്നും ചെയ്തില്ല. അച്ഛൻ പോയിട്ട് ഒരു MRI എടുത്തുകൊണ്ട് വാ, ഇന്ന സ്ഥാപനത്തിൽ പോയി എടുത്തുകൊണ്ട് വരണം, വേറെ എവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നാലും ഞാൻ നോക്കുകയില്ല എന്ന് പറയും. ഞാൻ പോയി. അവരെന്നെ ഈ പറഞ്ഞ പ്രോസസ്സിനൊക്കെ വിധേയപ്പെടുത്തി. വലിയൊരു ഗുഹയ്ക്കകത്തേക്ക് എന്നെ കയറ്റി വിട്ടു. 10-20 മിനിറ്റ് അവർ കറക്കുകയും തിരിക്കുകയും കമത്തിക്കെടുത്തുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്ന് ഡെലിവറി ആയ സമയത്ത് തന്നെ ഒരു 5-6 പായ പേപ്പർ അപ്പുറത്ത് ഡെലിവറിയായി, 2-3 ഷീറ്റ് ഫിലിം ഇപ്പുറത്തും ഡെലിവറിയായി. ഇതെല്ലാം കൂടി പെറുക്കി കൂട്ടി അവരെനിക്ക് തന്നു. 14,000 രൂപയും മേടിച്ചു. ഞാൻ ഈ ഡോക്ടറെ അടുത്ത് ചെന്ന് ഇതെല്ലാം കൂടെ കൊടുത്തപ്പോൾ ഇയാൾ ചുമ്മാ ഒന്ന് ഓടിച്ച് നോക്കിയേച്ച് പറഞ്ഞു, ആ വലിയ പ്രശ്നമൊന്നുമില്ല, നട്ടലിനൊരു വളവുണ്ട്, അച്ഛൻ മുന്നോട്ട് വളഞ്ഞുകൊണ്ടിരിക്കുക, കുറേ കഴിയുമ്പോൾ കൂന് വരുമെന്ന് പറഞ്ഞു. ഞാൻ കർത്താവിന് സ്തോത്രം. അതെന്നാ അച്ഛാ ഇപ്പോൾ സ്തോത്രം പറഞ്ഞെന്ന് ചോദിച്ചു. സ്വഭാവേന കുനിയാൻ മനസ്സില്ലാത്തൊരു അഹങ്കാരിയാണ് ഞാൻ. കർത്താവിനെ പിടിച്ച് കുനിച്ചെങ്കിൽ നന്ദി പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ അറിയാതെ ചിരിച്ചുപോയി. എന്നിട്ട് പറഞ്ഞു, ഒരു മരുന്നും വേണ്ട, പൊക്കോളാൻ പറഞ്ഞു. എന്നിട്ട് കുറേ പ്രിക്വേഷൻ എടുത്തോളാൻ പറഞ്ഞു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്, അവിടെ തന്നെ പോയി എടുത്തുകൊണ്ട് വന്നാലേ ഞാനിത് നോക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ഡോക്ടറുടെ സ്ഥാപനമാണ്, കള്ളൻ എന്നെ പറ്റിച്ച്. ചതിയായിരുന്നു. ദൈവമക്കളെ, ഇപ്പോഴും പ്രശ്നമൊക്കെ അവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഈ MRIയുടെ കാര്യം പറഞ്ഞു. എന്താണെന്നറിയാമോ? ഈ MRI മെഷീനകത്ത് കയറുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് പരിശോധന നടത്തുകയാണ്. ആദ്യം പറഞ്ഞ പോലെ ലേസർ പോലെ എന്തോ സാധനം കടത്തി വിട്ടിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കുന്ന സിസ്റ്റുകളോ മുഴകളോ തടിപ്പുകളോ നീർക്കെട്ടുകളോ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് ചിത്രമെടുത്ത് റിപ്പോർട്ട് എഴുതി പുറത്തുവിടുന്നൊരു മെഷീനാണ്. ഈ മെഷീന് ഇത്രയും കരുത്തുണ്ടെങ്കിൽ ഒരു 10,000 സ്കാനിങ് മെഷീൻ്റെ പവറുള്ള കണ്ണുമായിട്ട് തമ്പുരാൻ എന്നെ നിന്നെയും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആമേൻ. അത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉളവായ ഭ്രൂണമായി രൂപപ്പെട്ട ആ നിമിഷം മുതൽ ആ കണ്ണ് നമ്മളെ നോക്കി സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന തമ്പുരാൻ കാണാത്ത ഒരു നിമിഷം പോലും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഇല്ല കുഞ്ഞേ. നമുക്ക് ലോകത്തെ പറ്റിക്കാൻ എളുപ്പമാണ്, ജീവിത പങ്കാളിയെ കബളിപ്പിക്കാൻ എളുപ്പമാണ്, അപ്പനെയും അമ്മയും കബളിപ്പിക്കാൻ എളുപ്പമാണ്, കൂടെ പിറന്നവരെ കബളിപ്പിക്കാൻ എളുപ്പമാണ്, പള്ളിയിലച്ഛനെയും മെത്രാച്ചനെയും ഒക്കെ കബളിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ തമ്പുരാനെ കബളിപ്പിക്കാൻ പറ്റില്ല. അവൻ്റെ മുമ്പിലാണ് എൻ്റെ നീതിയും വിശുദ്ധിയും തെളിയിക്കപ്പെടേണ്ടതെന്ന ബോധമുണ്ടാകണം. ആമേൻ. 139 സങ്കീർത്തനത്തിൽ സങ്കീർത്തകൻ അത് ഭംഗിയായി വരച്ചു വെച്ചിട്ടുണ്ട്. കർത്താവേ, നീ എന്നെ ശോധന ചെയ്തറിഞ്ഞിരിക്കുന്നു, ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും നീ ശോധന ചെയ്യുന്നു, എൻ്റെ നിരൂപണങ്ങളൊക്കെയും നീ ദൂരത്തു നിന്ന് ഗ്രഹിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിലെ നീ അറിയാതെ ഒരു വാക്കുപോലും എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നില്ല. നീ മുമ്പും പിമ്പും എന്നെ അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് അത്ഭുതമാകുന്നു എന്ന് സങ്കീർത്തകൻ പാടുമ്പോൾ അതിൽ എത്രമാത്രം വലിയ പരമാർത്ഥമാണ് പ്രിയപ്പെട്ടവരെ ഉള്ളത്. ഇപ്രകാരം എന്നെയും നിങ്ങളെയും സ്കാൻ ചെയ്ത് പരിശോധിച്ചു കൊണ്ടിരിക്കുന്ന 10,000 സ്കാനിങ് മെഷീൻ്റെ പവറുള്ള കണ്ണുമായി അന്തരാത്മാക്കളെ തൂക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന, മനനമണ്ഡലത്തിലെ ചിന്തകളെ വായിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന, സ്വപ്നങ്ങളും ഓർമ്മകളും പോലും വായിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന, അതിൻ്റെ എല്ലാം കണക്കെഴുതി വയ്ക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ പച്ചയ്ക്ക് ചെന്ന് നിൽക്കുമ്പോൾ, ദൈവമേ, എന്നിൽ നിന്റെ സാദൃശ്യമുണ്ട് എന്ന്, എന്നിൽ നിന്റെ വിശുദ്ധിയുണ്ടെന്ന്, എന്നിൽ നിന്റെ നീതിയുണ്ടെന്ന്, ഞാൻ ഇപ്പോഴും നിന്റെ സാദൃശ്യമുള്ള വ്യക്തിയാണെന്ന് ദൈവത്തോട് ആർജവത്വത്തോട് പറയാൻ ആർക്കാകും? ഈ രാത്രി
ദൈവത്തിൻ്റെ മുമ്പിൽ നിന്നാണ്. തമ്പുരാനെ, ഞാനെപ്പോഴും നിൻ്റെ സാദൃശ്യത്തിൽ തന്നെയാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ നമുക്ക് ആർക്ക് ധൈര്യമുണ്ടാകും, ബലമുണ്ടാകും? ഇല്ല. ആ ധാർമ്മിക സാദൃശ്യം നമ്മിൽ നിന്ന് കൈവിട്ടു പോയോ? അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയോ? നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇപ്പോൾ ദൈവത്തോട് നമുക്ക് കൂട്ടായ്മ സാധ്യമല്ലാതെയായിരിക്കുന്നു. ദൈവത്തിൽ നാം ഒരുപാട് ദൂരെ പോയിരിക്കുന്നു. ദൈവത്തോടുള്ള ബന്ധം മുറിഞ്ഞു പോയിരിക്കുന്നു. നാം പാടുന്നുണ്ട്, പക്ഷേ അത് ആരാധനയാകുന്നില്ല. നാം പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ അത് ദൈവസ്തുതികളാകുന്നില്ല. നാം ആരാധനകൾ കരയേറ്റുന്നുണ്ട്, പക്ഷേ അത് ആരാധനയാകുന്നില്ല. ഒരു തരം നാടകങ്ങളായി അത് നമ്മളിങ്ങനെ ആടിത്തീർക്കുകയാണ്. ദൈവത്തോട് ബന്ധമില്ലാത്തവർ എന്ത് ആത്മീക ശുശ്രൂഷ ചെയ്താലും അത് ദൈവസന്നിധിയിൽ വിലപ്പോകുന്നില്ല, സ്വീകരിക്കപ്പെടുന്നില്ല. ദൈവമക്കളെ തിരിച്ചറിയണം. ഞാൻ ആരാണെന്ന ബോധം എനിക്കുണ്ടാകണം. ദൈവത്തിൻ്റെ സാദൃശ്യമാണ് ഞാനെങ്കിൽ ആ സാദൃശ്യം എന്നിൽ ഉണ്ടെന്ന് ഞാൻ ഉറപ്പുവരുത്തണം. ദൈവത്തിൻ്റെ ധാർമ്മിക സാദൃശ്യം മനുഷ്യനിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഈ രാത്രി നമ്മുടെ രഹസ്യ ജീവിതത്തെ കണ്ടവൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ ശോധന ചെയ്യണം. ഇന്ന് അനേകം ആളുകൾ മദ്യപാനത്തിൻ്റെ അടിമകളാണ്. അവർ പ്രമാണം ലംഘിക്കുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഈ ശരീരത്തെ മലീമസമാക്കുന്നവരാണ്. അവർ അധമമായ മറ്റനേക കുറ്റങ്ങൾക്ക് തങ്ങളെ തന്നെ ഒരുക്കിയെടുക്കുന്നവരാണ്. മദ്യപാനം സകല പാപത്തിൻ്റെയും അമ്മയാണ്. അത് ബാക്കി പാപങ്ങളെ പ്രസവിച്ചു കൂട്ടുന്നു എന്നാണ് ചിന്തകർ പറയുന്നത്. ദൈവമക്കളെ, ഒരു ഉദാഹരണം മാത്രമാണ് പറഞ്ഞത്. ദ്രവ്യാഗ്രഹം മറ്റു പലരുടെയും ജീവിതത്തെ കീഴടക്കി കളഞ്ഞിരിക്കുകയാണ്. അസൂയ, അഹങ്കാരം, നിഗളം മുതലായവ മറ്റു പലരെയും പിടികൂടി കീഴടക്കി കളഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ അനേകമായ പാപങ്ങളിൽ ഏതെങ്കിലും ഒന്നോ എല്ലാം കൂടെയോ ഈ ആളുകളെ വന്ന് ഭരിക്കുമ്പോൾ, അവരുടെ മേൽ അധികാരം നടത്തുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ദൈവ സാദൃശ്യത്തിൽ ഇരിക്കാനാവുക? ഏത് സ്ഥാനത്തെത്തിയാലും, ഏത് വേഷത്തിൽ നടന്നാലും, ഏതൊക്കെ അധികാരം കൈയാളിയാലും ഒരു മനുഷ്യൻ്റെ അഹങ്കാരം ശമിക്കാതെ അവന് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ദൈവ സാദൃശ്യമുള്ള വ്യക്തിയായിത്തീരുന്നത്? അത്യുന്നതമായ സ്വർഗത്തിൽ കോടാനുകോടിക്കണക്കിന് ദൂതന്മാർ അകമ്പടി സേവിച്ച് ആരാധിച്ചിരുന്ന പരമപരിശുദ്ധനായ പൊന്നുതമ്പുരാൻ അത്യുന്നതമായ സ്വർഗസിംഹാസനം വിട്ട് ഭൂമിയിൽ നരവേഷത്തിൽ ഇറങ്ങി വന്ന് പാവപ്പെട്ട ഒരു കന്യകയിൽ നിന്ന് പിറവിയെടുത്ത് കല്ലിടാവിൽ പിറന്നു വീണ് പെരുവഴിയോരത്ത് പ്രിയപ്പെട്ടവരെ അനാഥനെ പോലെ തൻ്റെ ജീവിതം നടത്തി മുന്നോട്ട് വന്ന് 33 തിരുവയസ്സിൽ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് കഷ്ടങ്ങളും ക്ലേശങ്ങളും നിന്ദകളും പരിഹാസങ്ങളും സഹിച്ച് മരിച്ചവൻ, അത്രമാത്രം താഴ്മ ധരിക്കുവാൻ മനസ്സായ ദൈവത്തെ പിൻപറ്റുന്ന ആ ദൈവത്തിൻ്റെ സാദൃശ്യമുണ്ടെന്ന് പറയുന്ന നമുക്ക് അഹന്തയാണ് നമ്മളെ ഭരിക്കുന്നതെങ്കിൽ ആ സാദൃശ്യം എവിടെയാണ്? എവിടെ ചെന്നാലും പരിഗണന കിട്ടണം, കിട്ടിയില്ലെങ്കിൽ ബഹളം വയ്ക്കും നമ്മുടെ ആളുകൾ. ഇല്ല, നമുക്ക് ലഭിക്കേണ്ടത് കിട്ടിയില്ലെങ്കിൽ പിടിച്ചു വാങ്ങുക എന്നൊരു ശീലം നമുക്കുണ്ട്. ഒരിടത്തു നിന്നും ഒഴിഞ്ഞു മാറിപ്പോവുക, സാരമില്ലെന്ന് വെക്കുക എന്നൊന്നും നമ്മൾ തയ്യാറാകുന്നില്ല. അത് വീട്ടിലുമില്ല, നാട്ടിലുമില്ല, പള്ളിയിലുമില്ല, ജോലി സ്ഥലത്തുമില്ല. എവിടെയും നമ്മൾ നമ്മുടെ ആർജവത്വവും അഹന്തവും അങ്ങ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷമിക്കണം ദൈവമക്കളെ, ചുരുക്കി പറയുകയാണ്, നമ്മളിൽ എവിടെയാണ് ഇപ്പോൾ ദൈവ സാദൃശ്യമുള്ളത്? ധാർമ്മിക സാദൃശ്യം നമ്മളിപ്പോഴും വഹിക്കുന്നവരാണോ? ആണെങ്കിൽ നാം വിനയപ്പെടണം, ആണെങ്കിൽ നാം താഴ്മപ്പെടണം, ആണെങ്കിൽ അഹന്ത വെടിയണം, ആണെങ്കിൽ നാം പാപങ്ങളോട് വിട പറയണം. മദ്യപാനത്തോട്, വ്യഭിചാരത്തോട്, അയക്കുമരുന്നിനോട്, അസൂയയോട്, നിഗളത്തോട്, ദ്രവ്യാഗ്രഹത്തോട്, പരസ്പരമുള്ള മത്സരത്തോട്, കുതികാൽവെട്ടിനോട്, ചതിയോട്, വഞ്ചനയോട് നാം വിട പറയണം. എന്നിട്ട് നമ്മുടെ ജീവിതത്തെ നിർമ്മലവും വിശുദ്ധവുമായി നീതിബോധമുള്ള ജീവിതമായി സർവശക്തനായ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സമർപ്പണം ചെയ്യണം. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് അത് ആഹ്വാനം ചെയ്യുന്നുണ്ട്. ഒരു വാക്യം നിങ്ങൾ ആരെങ്കിലും വായിച്ച് കേൾപ്പിക്കാമോ? എൻ്റെ കയ്യിൽ ബൈബിളുണ്ട്, വായിക്കാൻ എനിക്ക് എളുപ്പം കഴിയുകയും ചെയ്യും, പക്ഷേ കണ്ണട കൊണ്ടുവന്നില്ല. അതെന്നും മറക്കുന്നൊരു സംഗതിയാണ്. മറവി എൻ്റെ കൂടെ പുറപ്പാണ്. എഫെസോസുകാർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം ഉച്ചത്തിൽ വായിച്ചാട്ടെ. എഫെസോസുകാർക്ക് പൗലോസ് ശ്ലീഹ എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനം. നിങ്ങളും ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവീൻ. ഹല്ലേലൂയ.
വചനം വളരെ വ്യക്തമായിട്ടാണ് പറയുന്നത്. നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യൻ. ആമേൻ. ഇതാണ് കർത്താവ് നമ്മളോട് ഇന്ന് രാത്രി ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഈ രാത്രി ഇവിടെ ഇരുന്ന് ഉള്ളുനീറി കരഞ്ഞ് തമ്പുരാനോട് പറയണം, തമ്പുരാന് 2021 ആണ്ടിലും ഇപ്രകാരം ഒരു കൺവെൻഷൻ നടത്താൻ ഭാഗ്യം കിട്ടി, എനിക്കതിൽ പങ്കെടുക്കാൻ ഭാഗ്യം കിട്ടി. എന്നാൽ എൻ്റെ യഥാർത്ഥ ഭാഗ്യം ഇതൊന്നുമല്ല. ഈ രാത്രി ഞാൻ ദൈവസാദൃശ്യത്തിലേക്ക് മടങ്ങുന്നു എന്നുള്ളതാണ്. എന്നിൽ ദൈവമേ നിൻ്റെ ധാർമ്മിക സാദൃശ്യം ചോർന്നു പോയിരുന്നു. പാപത്താൽ ഞാൻ പിടിക്കപ്പെട്ടപ്പോൾ ധാർമ്മിക സാദൃശ്യം എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. എൻ്റെ വിശുദ്ധി എനിക്ക് കൈമോശം വന്നിരുന്നു. എൻ്റെ നീതിബോധം എനിക്ക് കൈമോശം വന്നിരുന്നു. ഇതാ ദൈവമേ നിന്നിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. നീതിയും വിശുദ്ധിയുമായി ഞാൻ എൻ്റെ ജീവിതത്തെ ചേർത്ത് വെക്കുകയാണ്. ഞാൻ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിപ്പാൻ വീണ്ടും എൻ്റെ ജീവിതത്തെ സമർപ്പണം ചെയ്യുകയാണ് എന്ന് ദൈവം മുമ്പാകെ നിലവിളിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ ഈ രാത്രി നമുക്ക് ഭാഗ്യമുണ്ടാകണം. അപ്പോഴാണ് ഈ കൺവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഫലകരമാകുന്നത്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഇത് പാഴ്പണിയായി പോകും മക്കളെ, പാഴ്പണിയായി പോകും. ആമേൻ. ദൈവസാദൃശ്യത്തിൻ്റെ രണ്ടാമത്തെ മേഖല, ദൈവസാദൃശ്യത്തിൻ്റെ രണ്ടാമത്തെ മേഖല എന്ന് പറയുമ്പോൾ അത് കുറെ കൂടെ ശ്രേഷ്ഠമാണ്. ദൈവം സ്നേഹമാണ്. സ്നേഹിക്കാൻ കഴിവുള്ള ഹൃദയത്തിൻ്റെ ഉടമയാണ് ദൈവം. ദൈവം സ്നേഹമാണ്. ദൈവത്തെ മറ്റൊരു പേരിട്ട് വിളിച്ചാൽ ആ പേര് സ്നേഹമെന്ന് തന്നെയായിരിക്കും. സത്യവേദ പുസ്തകത്തിൻ്റെ ആകത്തുക സ്നേഹമെന്നാണ്. സത്യവേദ പുസ്തകത്തെ ഒരു വാക്കിൽ ഒതുക്കിയാൽ അത് സ്നേഹമെന്ന വാക്കാണ്. പ്രിയപ്പെട്ടവരെ, ആദ്യാവസാനം പറയുന്നു ദൈവം സ്നേഹമാണ്, 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 സ്നേഹമാണ്. ശുദ്ധമുള്ള യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം തിരുവചനം പറയുന്നു ദൈവം സ്നേഹമാകുന്നു. അതേ അധ്യായത്തിലെ 16-ാം തിരുവചനം ആവർത്തിക്കുന്നു ദൈവം സ്നേഹമാകുന്നു. ആമേൻ. ദൈവം സ്നേഹമാകുന്നു. ഈ സ്നേഹസാദൃശ്യമാണ് അവൻ നമ്മിലേക്ക് പകർന്നത്. സ്നേഹമാകുന്ന ദൈവം തൻ്റെ സ്നേഹസാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. അതുകൊണ്ട് മനുഷ്യ, നീ സ്നേഹത്തിൽ നിറഞ്ഞ വ്യക്തിയായിരിക്കണം. സ്നേഹം നമ്മിൽ നിറഞ്ഞ് കവിയണം. ദൈവത്തിൻ്റെ സാദൃശ്യമാണത്. അത് നമ്മിൽ നിന്ന് വമിച്ചുകൊണ്ടിരിക്കണം. അത് നമ്മിൽ എപ്പോഴാണോ അസ്തമിച്ചു പോകുന്നത്, അപ്പോൾ നമ്മിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അത് കുറഞ്ഞു വരും തോറും ദൈവസാദൃശ്യം മങ്ങലേറ്റുകൊണ്ടിരിക്കും. തീർത്തുമില്ലാതെയാകുന്നിടത്ത് നാം ദൈവസാദൃശ്യത്തിൽ നിന്ന് പുറത്താകും. ഇന്ന് ഒരുപാട് ആളുകളുടെ പ്രശ്നം എന്താ? സ്നേഹിക്കാൻ കഴിയുന്നില്ല. സ്നേഹിക്കേണ്ടവരെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ആരെയാണ് സ്നേഹിക്കേണ്ടത്? ആരെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കേണ്ടത്? 10 കൽപ്പനകളാണ് ദൈവം മനുഷ്യന് നൽകിയത്. 10 കൽപ്പനകൾ. ഈ 10 കൽപ്പനകളുടെ ആകത്തുക സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. അത് ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. 10 കൽപ്പനകളുടെ ആകത്തുക സ്നേഹിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ 10 കൽപ്പനകളെ 2 ഗ്രൂപ്പായിട്ട് തിരിക്കാൻ പറ്റും. ആദ്യത്തെ ഗ്രൂപ്പിൽ 4 കൽപ്പനകൾ വരും. ഈ 4 കൽപ്പനകൾ മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളവയാണ്, കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ്. രണ്ടാമത്തെ ഗ്രൂപ്പിൽ 6 കൽപ്പനകൾ വരും. അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കൽപ്പിക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഈ 2 ഗ്രൂപ്പും പറയുന്നത് സ്നേഹിക്കുക എന്ന് തന്നെയാണ്. ആദ്യത്തെ ഗ്രൂപ്പിലുള്ള 4 കൽപ്പനകൾ നിന്റെ ദൈവമായ കർത്താവല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാകരുത്. വിഗ്രഹമായി യാതൊന്നും നീ ഉണ്ടാക്കി ആരാധിക്കരുത്, വന്ദിക്കരുത്, സേവിക്കരുത്. 3, നിന്റെ ദൈവമായ കർത്താവിൻ്റെ ശാബത്ത് നാളിന് വിശുദ്ധമായി നീ ആചരിക്കണം. 4, നിന്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ നീ വ്യാജമായി ആണയിടരുത്. ചുരുക്കി പറഞ്ഞാൽ ഈ 4 കൽപ്പനകളെ ക്രോഡീകരിച്ച് ഏക കൽപ്പനയായി യേശു മശിഹ തന്നതാണ് പുതിയ നിയമം പറഞ്ഞ പ്രഥമവും പ്രധാനവുമായ 1-ാമത്തെ കൽപ്പന. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ നീ സ്നേഹിക്കുക. 4 പ്രാവശ്യം പൂർണ്ണമെന്ന വാക്ക് ആവർത്തിച്ച് പറഞ്ഞത് ഈ 4 കൽപ്പനകളെ ഒന്നാക്കി തീർക്കാൻ വേണ്ടിയാണ്. എന്ന് വെച്ചാൽ നിന്റെ ദൈവമായ കർത്താവിനെ നീ സമ്പൂർണമായും സ്നേഹിക്കുക, 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 സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക, അതാണ് കൽപ്പന ആചരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. ഇല്ലെന്ന് ആരെങ്കിലും പറയുമോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടെന്നേ പറയുള്ളൂ. ചോദിക്കട്ടെ, നിങ്ങൾ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അതെന്താ വെച്ചാൽ അങ്ങനെ ചോദിച്ചത്?
ഞങ്ങൾ ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നുണ്ട്. ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കപ്പെടണ്ടേ? തെളിയിക്കപ്പെടണം. തെളിയിക്കേണ്ട സാഹചര്യം വന്നാൽ നമ്മൾ പരാജയപ്പെടും. ഉറപ്പാണ്, നമ്മൾ പരാജയപ്പെടും. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരെന്ന് പറയപ്പെട്ട ചില മനുഷ്യരുണ്ട്, എണ്ണം പറഞ്ഞ ചില മനുഷ്യർ. അതിലൊന്നാമത്തെ ഭാഗ്യവാൻ ഹാനോക്കാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ ഹാനോക്കിനെ നാം കാണുന്നുണ്ട്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിൻ്റെ സ്നേഹിതൻ ദൈവത്തോട് കൂടെ നടന്നു. തൻ്റെ സ്നേഹിതനെ പിരിയാൻ ദൈവത്തിന് മനസ്സില്ലാത്തതുകൊണ്ട് ഒരു ദിവസം എടുത്തുകൊണ്ട് പോയി. പിന്നെ ഹാനോക്കിനെ ആരും കണ്ടിട്ടില്ല. പിന്നെ വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പറയുന്ന അടുത്തയാൾ അബ്രഹാം പിതാവാണ്. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്നു എബ്രഹാം. ദൈവത്തോട് കൂടെ നടന്നവൻ, ദൈവത്തോട് സംസാരിച്ചവൻ, ദൈവവുമായി ഒരുപാട് പദ്ധതികൾ പ്ലാൻ ചെയ്തവൻ. അബ്രഹാമിന് 75 വയസ്സുള്ളപ്പോഴാണ് ദൈവം അബ്രഹാമിനെ വിളിച്ചത്. പിന്നെ അങ്ങ് ഭയങ്കര കമ്പനിയായിരുന്നു, അവർ ഭയങ്കര കൂട്ടായിരുന്നു, എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു. അങ്ങനെ വർഷങ്ങൾ പലത് കഴിഞ്ഞു. അബ്രഹാം ഒരു ദിവസം ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്കിഷ്ടം പോലെ മൃഗസമ്പത്തുണ്ട്, ആടുമാടുകളുണ്ട്, മേച്ചൽപ്പുറങ്ങളുണ്ട്, ദാസിദാസന്മുണ്ട്, ഞാൻ സമ്പന്നരാണ്. പക്ഷേ എനിക്കൊരു കുറവുണ്ട്, എനിക്ക് മക്കളില്ല. എനിക്കറിയാം, അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാൻ പറ്റുമോ? തീർച്ചയായിട്ടും. എനിക്കത് വളരെ മനോഹരമായി വർണ്ണിക്കണമെന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വാച്ചിൽ നോക്കിയപ്പോൾ ഉണ്ടല്ലോ, ഈ സൂചി അങ്ങ് കറങ്ങിക്കൊണ്ടിരിക്കുക. 8:30 യോഗം പിരിയണേ. അതുകൊണ്ട് ഇനി അതിൻ്റെ രസകരമായ കഥകളൊന്നും പറയാൻ നേരമില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിടുക. ദൈവം അബ്രഹാമിന് വാഗ്ദത്തം കൊടുത്തു. അബ്രഹാമിന് വാഗ്ദത്ത സന്തതി 100-ാം വയസ്സിൽ ഇസഹാക്ക് പിറന്നു. ഇസഹാക്ക് പിറന്നു കഴിഞ്ഞപ്പോൾ അബ്രഹാം ഒരു കാര്യം ചെയ്തു. ദൈവത്തിന് കൊടുത്തുകൊണ്ടിരുന്ന സ്നേഹത്തിൽ നിന്ന് ഒരു പങ്കെടുത്ത് ഇസഹാക്കിന് കൊടുത്തു. അപ്പോൾ ദൈവത്തിന് അത്രയും സ്നേഹം കുറഞ്ഞേ. ഇസഹാക്ക് കുറച്ചുകൂടെ വലുതായപ്പോൾ അബ്രഹാം ദൈവത്തിന് കൊടുത്ത സ്നേഹം കുറച്ചുകൂടി എടുത്ത് ഇസഹാക്കിന് കൊടുത്തു. അപ്പോൾ അത്രയും സ്നേഹം അവിടെ കുറഞ്ഞേ, ഇവിടെ കൂടി. ഇസഹാക്കിന് കുറച്ചുകൂടെ പ്രായമായപ്പോൾ ദൈവം അബ്രഹാം ആ പകുതി സ്നേഹം ഇങ്ങെടുത്ത് ദൈവത്തിന് കൊടുത്തേ, അല്ല ഇസഹാക്കിന് കൊടുത്തേ. അപ്പോൾ ദൈവത്തിന് പകുതിയും ഇസഹാക്കിന് പകുതിയുമായി. ഇസഹാക്ക് കുറച്ചുകൂടെ വലുതായപ്പോൾ ദൈവം എബ്രഹാം ഒരു 80% സ്നേഹവും ദൈവത്തിൽ നിന്നെടുത്ത് ഇസഹാക്കിന് കൊടുത്തു. ഇത് നമുക്കൊക്കെ പറ്റുന്ന അമളിയാണ്. അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ അനുഗ്രഹദാതാവിനെ പിറകോട്ട് മാറ്റി നിർത്തിയിട്ട് അനുഗ്രഹത്തെ പൂജിക്കുന്ന ഒരവസ്ഥയിലെത്തും. ഒടുവിൽ എന്ത് സംഭവിച്ചു എന്നറിയാമോ? അബ്രഹാം ദൈവത്തെ മറന്നു. എന്നിട്ട് ഇസഹാക്കിനെ സ്നേഹിക്കാൻ തുടങ്ങി, ഇസഹാക്കിനെ പൂജിക്കാൻ തുടങ്ങി, ഇസഹാക്കിനെ ആരാധിക്കാൻ തുടങ്ങി. സ്നേഹം ആരാധനയായി മാറി. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇനി ഇടപെടാതിരുന്ന പറ്റില്ല. അപ്പോൾ ദൈവം ഇടപെട്ടു. ഉൽപ്പത്തി 22. അബ്രഹാമിൻ്റെ കൂടാരവാതിക്കൽ ദൈവം വന്നു. അബ്രഹാം ഞെട്ടിപ്പോയി, ചാടി എഴുന്നേറ്റ്, ദൈവമേ, അയ്യോ, അകത്തു വരൂ, ഇരിക്കൂ, ഞാൻ ഇപ്പോൾ തന്നെ വിരുന്നൊരുക്കാം. വേണ്ട വേണ്ട, ഇപ്പോൾ എനിക്ക് വിരുന്നൊന്നും സ്വീകരിക്കാനുള്ള മൂടുമില്ല, സമയമില്ല. ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ്. എന്താ ദൈവമേ? എനിക്കൊരു ചോദ്യമുണ്ട് നിന്നോട്. എന്താ? നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എബ്രഹാം? അതെന്താ തമ്പുരാനെ അങ്ങനെ ചോദിച്ചേ? ശരിക്കും ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ല അബ്രഹാം, നീ ശരിക്കും എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവമേ, സത്യമായിട്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. അല്ല, വാസ്തവമായിട്ടും നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എബ്രഹാം? ഉണ്ട് കർത്താവേ, സത്യമായിട്ടും ഉണ്ട്. അപ്പം നിങ്ങൾ ചിന്തിക്കും, ദൈവമേ, ഈ കാലം മുഴുവൻ വേദോത്സവം വായിച്ചിട്ട് അബ്രഹാമും ദൈവവും തമ്മിൽ ഇങ്ങനൊരു സംഭാഷണം ഉണ്ടായത് ഞങ്ങളാരും കണ്ടിട്ടില്ലല്ലോ. ഇല്ല, നിങ്ങളാരും കാണില്ല, കാരണം ഇത് വേദപുസ്തകത്തിലില്ല. പക്ഷേ ഇത് സംഭവിച്ച കാര്യമാണ്. അബ്രഹാം പിതാവും ഞാനും തമ്മിൽ ഒരിക്കൽ കൂടിക്കണ്ടപ്പോൾ കഥ പറഞ്ഞിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായ കാര്യം. നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയത്. നിങ്ങളിത് കണ്ടിട്ട് ഇവിടെ വെച്ച് ഈ അച്ഛൻ അബ്രഹാം പിതാവിനെ കണ്ടത്. അബ്രഹാം പിതാവിന് മാത്രമൊന്നുമല്ല, വേദപുസ്തകത്തിലെ മുഴുവൻ കഥാപാത്രങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ ഞാൻ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട്. അവരെന്നോട് ഒരുപാട് കഥകളും സംഭവങ്ങളും പറഞ്ഞിട്ടുണ്ട്. അത് കുറേയൊക്കെ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ എഴുതി ഞാനൊരു പുസ്തകവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ, കൊണ്ടുവന്നിട്ടില്ല കേട്ടോ ദൈവമക്കളെ. അപ്പോൾ ഇങ്ങനെ ഇദ്ദേഹം പറയുക, ദൈവം എന്നോട് ഇങ്ങനെ സംസാരിച്ചു, 3 വട്ടം ചോദിച്ചു. ഈ ചോദ്യം പത്രോസ്ലിയായോട് കർത്താവ് ചോദിച്ചത് നമുക്കറിയാം. പക്ഷേ അബ്രഹാമിനോട് അതിനു മുമ്പ് പിതാവാൻ ദൈവം ചോദിച്ചു, നീ വാസ്തവമായിട്ടും എന്നെ സ്നേഹിക്കുന്നുണ്ടോ എബ്രഹാം? ഉണ്ട് നാഥ. ഉണ്ടെങ്കിൽ നീ അത് തെളിയിക്കണം. എങ്ങനെ? നിൻ്റെ മകനുണ്ടല്ലോ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതൻ ഇസഹാക്ക്. ആ വാക്ക് വളരെ പ്രസക്തിയുള്ള വാക്കാണത്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതൻ ഇസഹാക്ക്, അവനെ ഇന്നേക്ക് 3-ാം നാളിൽ മോറിയ ദേശത്ത് കൊണ്ടുവന്ന് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന സ്ഥലത്ത് ഹോമയാഗം കഴിക്കണം.
എന്നാൽ പോട്ടെ, തെളിയിക്കണം. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു കാര്യം ഇവിടെ അച്ഛന്മാരിരിപ്പുണ്ട്, തിരുമേനിമാരിരിപ്പുണ്ട്, ഞാനുണ്ട്. നമ്മളോട് ആരോടെങ്കിലും ദൈവം തമ്പുരാൻ ആവശ്യപ്പെട്ടാൽ നമ്മുടെ റിപ്ലൈ എന്തായിരിക്കും? സാമാന്യ മനുഷ്യർ എന്താ പറയാൻ പോണെന്നറിയോ? തമ്പുരാൻ ഒന്നും നിന്നേ, അതെ നമുക്കിവിടെ വെച്ചങ്ങ് പിരിയാം, കൂടുതൽ കച്ചവടമൊന്നും വേണ്ട, നിനക്ക് നിൻ്റെ വഴി, എനിക്ക് എൻ്റെ വഴി, കൊച്ചിനെ കൊന്ന് കത്തിച്ച് തരണമെന്ന്. ഈ ഹോമയാഗം കഴിക്കാന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? കല്ലുകൊണ്ട് യാഗപീഠം പണിയണം, അതിന് മുകളിൽ വിറകടുക്കി വെക്കണം. നിങ്ങൾ ഈ ഹൈന്ദവരൊക്കെ മൃതദേഹം ദഹിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? സിനിമയിൽ പോലും കണ്ടിട്ടില്ലേ? ദൈവമേ, ഉടലോട് സ്വർഗത്തിൽ പോകാൻ വിശുദ്ധരായ മനുഷ്യരിരിക്കുക, ഇവരൊന്നും കണ്ടിട്ടില്ല. ദൈവമക്കളെ, ഇങ്ങനെ വിറകൊക്കെ അടുക്കി വെച്ചിട്ട് ഈ കുഞ്ഞിനെ അതിൻ്റെ മുകളിൽ പിടിച്ച് കിടത്തണം, കയറുകൊണ്ട് കെട്ടണം, എന്നിട്ട് കടാറ് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ കഴുത്ത് മുറിക്കണം, ആ കുഞ്ഞ് ചോര വാർന്ന് മരിക്കണം, എന്നിട്ട് ആ ശരീരത്തോടു കൂടെ ആ യാഗപീഠത്തെ കത്തിക്കണം. ഇതാണ് ഹോമയാഗം. ഇത് ചെയ്യാനാണ് പറഞ്ഞത്. നമ്മൾ ആരും തയ്യാറാവില്ല. പക്ഷേ അബ്രഹാം പിതാവ് നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, ഞാൻ വരും, 3-ാം നാളിൽ ഞാൻ അവിടെ വരും, എനിക്ക് നിന്നോട് സ്നേഹമാണെന്ന് ഞാൻ തെളിയിക്കും. അബ്രഹാം പിതാവ് പോയി, മകനെയും കൊണ്ടുപോയി. 3-ാം നാളിൽ മോറിയ ദേശത്ത് ദൈവം ചൂണ്ടിക്കാണിച്ച മലമുകളിൽ അവന് യാഗപീഠം പണിതു, വിറകടുക്കി മകനെ കടന്നു പിടിച്ചു, യാഗപീഠത്തിൽ ബന്ധിച്ചു. എന്നിട്ട് അവൻ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്കിപ്പോഴും നിന്നോട് തന്നെയാണ് സ്നേഹം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു. അതിനുള്ള തടസ്സം ഈ കുഞ്ഞാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിതാ ഇവിടെ ഇവനെ ബലി കഴിക്കുന്നു. തൻ്റെ അരയിൽ നിന്ന് വാൾ ഊരി ആ കുഞ്ഞിൻ്റെ കണ്ടനാളത്തിന് നേരെ ഓങ്ങി താഴ്ത്തുമ്പോൾ ദൈവം അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. ഞാൻ സമ്മതിച്ചു, നീ അവനെ എനിക്ക് യാഗമായി തന്നെന്ന് ഞാൻ അനുവദിച്ചിരിക്കുന്നു, സമ്മതിച്ചിരിക്കുന്നു. കെട്ടഴിച്ച് പൊയ്ക്കൊള്ളുക. തിരിഞ്ഞു നോക്കുമ്പോഴാണ് കുഞ്ഞാടിനെ കണ്ടത്. യേശുക്രിസ്തുവിൻ്റെ മുൻകുറിയായ കുഞ്ഞാട്, കയറുകൊണ്ട് കെട്ടാത്ത കുഞ്ഞാട്, ഊനമില്ലാത്ത കുഞ്ഞാട്. ആ കുഞ്ഞാടിനെ ഇസഹാക്കിന് പകരം ബലി കഴിച്ച് അബ്രഹാം എന്ന് തൻ്റെ മകനെ വീണ്ടെടുത്തു. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ സ്നേഹം അപ്പോഴും ഒട്ടും കുറഞ്ഞു പോയില്ല. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെ സ്നേഹം കുറഞ്ഞു പോയപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം കുറഞ്ഞു പോയില്ല. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? ഉണ്ടെങ്കിൽ അത് എത്രത്തോളം. ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വലിയ സമ്മേളനത്തിലൊരു ചോദ്യം ചോദിച്ചേ, നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അവർ ആർത്തു പറഞ്ഞു, ഞങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛനൊരു ഉദാഹരണം ഒരു കുസൃതിയോട് കൂടെ പറഞ്ഞു. നിങ്ങളിന്ന് യോഗത്തിൻ്റെ 2-ാമത്തെ ദിവസമാണ്, നാളെയും കൂടെ യോഗമുണ്ട്. നിങ്ങളിന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ പ്രധാന വാതിലിൽ ഒരു വലിയ പോസ്റ്റർ ഒട്ടിച്ചിരിക്കും. ഇനി മേലാൽ പള്ളിയിലോ ധ്യാനത്തിനോ യോഗത്തിനോ പോകാൻ പാടില്ല, പോയാൽ തിരിച്ചു വരുമ്പോൾ ഈ വീട് കത്തിച്ച് കളയും. ആരാന്ന് പറഞ്ഞിട്ടില്ല, ആരോ സുവിശേഷ വിരോധികളാണ്. ഇന്ന് അങ്ങനെ ഒരു പോസ്റ്റർ കണ്ടാൽ നാളെ നിങ്ങൾ വരുമോ? ആരും മിണ്ടുന്നില്ല. വരുമോ? ഒരു മനുഷ്യൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ വരുവച്ചാന്ന്. എടുത്ത വാക്കിന് ഞാൻ ആ മനുഷ്യൻ ചോദിച്ചു, വീട് സ്വന്തമാണോ? അല്ലാന്നോ, വാടക വീട്ടിലാണോ? ആരാൻ്റെ വീട് കത്തിച്ച് കളഞ്ഞ പുള്ളിക്ക് എന്നാ ചെയ്തം? സ്വന്തം വീട് കത്തിച്ച് കളയുമെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ കർത്താവിനെ വേണ്ടെന്ന് വയ്ക്കുമല്ലേ? എങ്കിൽ നമുക്ക് ദൈവത്തോട് സ്നേഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? അല്ല, ഞാൻ എപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം, ഈ മാങ്ങയുടെ പുളി ശരിക്കും അറിയുന്നത് എപ്പോഴാണ്? നീ ഇപ്പം മാങ്ങ വാങ്ങാൻ കിട്ടുന്ന കാലമാണ്, ഒന്ന് വാങ്ങി പരിശോധിക്കണം. അറിയാൻ മേലാഞ്ഞിട്ടൊന്നുമല്ല, മിണ്ടുകേലാന്നങ്ങ് വാശി പിടിച്ചിരിക്കുക നിങ്ങൾ. ആയിക്കോട്ടെ, നിങ്ങളുടെ ഇഷ്ടം നടക്കട്ടെ. ഞാൻ പരാജയപ്പെട്ടു, സുല്ല്. ദൈവമക്കളെ, നമ്മളൊക്കെ അഗ്നിശോധനയ്ക്ക് വിധേയപ്പെടുമ്പോഴാണ് നമ്മുടെ യഥാർത്ഥ ചിത്രം വെളിപ്പെടുന്നത്. ആമേൻ. നീ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുമ്പോഴാണ് എന്നിൽ ദൈവ സാദൃശ്യം ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ലോകത്തുള്ള എന്തിനേക്കാളും അധികം എൻ്റെ ദൈവത്തെ എനിക്ക് സ്നേഹിപ്പാൻ എപ്പോൾ കഴിയുന്നുവോ അപ്പോൾ എന്നിൽ ദൈവ സാദൃശ്യമുണ്ട്. എന്നാൽ എൻ്റെ ദൈവത്തോടുള്ള സ്നേഹത്തിന് പകരം ഞാൻ മറ്റ് പലതിനെയും സ്നേഹിക്കുന്നുവെങ്കിൽ തത്വത്തിൽ ഞാൻ അതിനെ ആരാധിക്കുകയാണ്. ആ ആരാധന ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയാണ്. അവിടെ ഞാനൊരു വിഗ്രഹാരാധിയായി മാറുകയാണ്. ചിലപ്പോഴെൻ്റെ വിഗ്രഹം എൻ്റെ മക്കളാണ്, ചിലപ്പോഴത് സമ്പത്താണ്, ചിലപ്പോഴെൻ്റെ വസ്തുവകകളാണ്, ചിലപ്പോഴെൻ്റെ അധികാര സ്ഥാനങ്ങളാണ്, ചിലപ്പോഴെൻ്റെ വേഷഭൂഷാദികളാണ്, ചിലപ്പോഴെൻ്റെ സൗന്ദര്യമാണ്. ഈ ലോകത്തെ ഞാൻ എന്തിനെയാണോ സ്നേഹിക്കുന്നത് അതെൻ്റെ ആരാധനയായി മാറുന്നു. അപ്പോൾ ഞാൻ വിഗ്രഹാരാധിയും ദൈവനിഷേധിയുമായി തീരുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ സ്നേഹിക്കുന്നില്ല എന്ന് വരുന്നു. ദൈവസാദൃശ്യം എനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ ഒരു തിരുത്തപ്പെടലും തിരിച്ചുവരവും എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ. ആവശ്യമുണ്ട്. ഇനി 6 കൽപ്പന ബാക്കിയുണ്ട്. അത് മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളത്. നീ കൊല ചെയ്യരുത്, നീ വ്യഭിചാരം ചെയ്യരുത്, നീ മോഷ്ടിക്കരുത്, നീ കള്ളസാക്ഷി പറയരുത്, നിനക്ക് ദീർഘായുസ്സുണ്ടായിരിക്കാൻ
നീ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, എന്നിട്ട് കൂട്ടുകാരനുള്ള യാതൊന്നിനെയും നീ മോഹിക്കരുത്. അതിൻ്റെ രത്ന ചുരുക്കം നീ അവരെ സ്നേഹിക്കുക, സ്നേഹിക്കുക, സ്നേഹിക്കുക എന്ന് തന്നെയാണ്. മനസ്സിലായില്ല? എനിക്കൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ ആളെ എനിക്ക് കൊല്ലാനൊക്കില്ല. സ്നേഹമുള്ള ഒരാളെ കൊല ചെയ്യാൻ പറ്റില്ല. കൊല ചെയ്തെങ്കിൽ ആ ആളെ സ്നേഹിക്കുന്നില്ല. കുത്തിക്കൊന്ന മാത്രമേ കൊലയാവുള്ളുന്നില്ല. ഒരു മനുഷ്യനെ തേജോവധം ചെയ്താലും അത് കൊല തന്നെയാണ്. ഒരു മനുഷ്യനെ നിസ്സാര എന്ന് വിളിക്കുന്നവൻ കൊലപാതകയാണെന്ന്, ഭോഷ എന്ന് വിളിക്കുന്നവൻ കൊലപാതകയാണെന്ന് യേശുമശിഹ തൻ്റെ ഗിരിപ്രഭാഷണത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആളുകളെ നിസ്സാരരും ഭോഷന്മാരുമായി എണ്ണുകയും അവരെ പരിഹസിക്കുകയും താറടിക്കുകയും താളടിയാക്കി കളയുകയും ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് കൊലപാതകമാണ്. സ്നേഹിക്കുന്ന ഒരാളോടത് ചെയ്യാൻ പറ്റില്ല. സ്നേഹിക്കുന്ന ഒരാളോട് വ്യഭിചാരം ചെയ്യാനൊക്കില്ല. ഞാൻ സ്നേഹിക്കുന്ന ഒരാളുടേത് എനിക്ക് മോഷ്ടിക്കാനൊക്കില്ല. ഞാൻ സ്നേഹിക്കുന്ന ഒരാളെക്കുറിച്ച് എനിക്ക് കള്ളസാക്ഷ്യം പറയാനൊക്കില്ല. ഞാൻ എൻ്റെ അപ്പനെയും അമ്മയെയും സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് അവരെ ഒരു നാളും വിദ്വേഷിക്കാനോ വെറുക്കാനോ നടതള്ളിക്കളയാനോ വീട്ടിൽ നിന്ന് ഉപേക്ഷിക്കാനോ കഴിയില്ല. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനുള്ള യാതൊന്നിനെയും എനിക്ക് മോഹിക്കാനോ ആഗ്രഹിക്കാനോ കഴിയില്ല. എന്നാൽ ഈ സ്നേഹമില്ലാത്തത് കൊണ്ടാണ് കൊല ചെയ്യുന്നത്, വ്യഭിചാരം ചെയ്യുന്നത്, മോഷ്ടിക്കുന്നത്, കള്ളസാക്ഷി പറയുന്നത്, മാതാപിതാക്കളെ തള്ളിക്കളയുന്നത്, കൂട്ടുകാരനുള്ളത് മോഹിക്കുന്നത്. അവിടെ നമ്മിൽ സ്നേഹസാദൃശ്യമുണ്ടോ? ദൈവത്തിൻ്റെ സ്നേഹസാദൃശ്യം നമ്മിൽ ഉണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എവിടെ നിൽക്കുന്നു? ആദ്യം കേട്ടത് മനുഷ്യ നീ ഒരു അത്ഭുതമാണെന്നാണ്. ആ അത്ഭുതം നമ്മിലുണ്ടോ? ഇപ്പോൾ ദൈവ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യ ആ സാദൃശ്യം നമ്മിലുണ്ടോ? ഇല്ലെങ്കിൽ ഇന്ന് രാത്രി കരയണം, ഇവിടെ ഇരുന്ന് അനുതപിക്കണം, വാവിട്ട് നിലവിളിച്ച് തമ്പുരാനോട് പറയണം, തമ്പുരാനെ ഞാൻ നിൻ്റെ സാദൃശ്യം നഷ്ടപ്പെടുത്തിയ പാപിയാണ്, അടിയനോട് കൃപയും കരുണയും തോന്നണമെന്ന് നെടുവീർപ്പിട്ട് നെഞ്ചുകീറി നിലവിളിക്കണം. ഇത് പുനരർപ്പണത്തിൻ്റെ രാത്രിയായി മാറണം, ഒരു തിരിച്ചുവരവിൻ്റെ രാത്രി. അപ്പോഴാണ് കൺവെൻഷൻ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതും ഒരു നാടകമായി പോകും. ആമേൻ, ആമേൻ. അച്ഛന് പോകാമെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? ആമേൻ. സ്വഭാവേന ഇങ്ങനെ തന്നെയായിരിക്കും ഇവിടുത്തെ മനുഷ്യരില്ലേ. തിരുമേനിയോട് ഞാൻ എന്താ പറയുക, തിരുമേനിയെ സമ്മതിച്ചു. എങ്ങനെയായി ഞങ്ങളുടെ മനുഷ്യരൊക്കെ ഒന്നും ഇങ്ങനെയല്ല. ഞങ്ങളുടെ മനുഷ്യരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ റിപ്ലൈ തരുന്നവരാ. ഞാനിവിടെ നിന്ന് ഹല്ലേലൂയ എന്ന് പറയും, നിങ്ങൾ അവിടെ ഇരുന്ന് അല്ലേലും വയ്യാന്ന് പറയും. എന്തൊരു കഷ്ടമാണ് പ്രിയപ്പെട്ടവർ. ഇതുവരെ നിങ്ങൾക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ മറ്റുള്ളവർ പ്രസംഗിക്കാൻ വരുമ്പോൾ കേട്ടുകൊണ്ടിരുന്നിട്ട് പോകും. അച്ഛൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ദയവ് ചെയ്ത് എൻ്റെ കൂടെ ഒന്ന് സഞ്ചരിക്കണം. അച്ഛൻ ഇങ്ങനെ ആയിപ്പോയി, ഇനി മാറാനൊക്കില്ല. ആമേൻ. വരണ്ടെങ്കിൽ ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പറഞ്ഞാൽ മതി, നാളെ വരാതിരിക്കാം. ആമേൻ. വേണമെങ്കിൽ വേറെ ആളെ പറഞ്ഞുവിട്ടാ. അതിന് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ എന്നോടൊന്ന് കോപ്പറേറ്റ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. പറയുമ്പോൾ ഇതാണ് പറഞ്ഞ പോലെ തല്ലുമ്പോൾ നിലവിളിക്കുന്ന പിള്ളേരാ, പിന്നെ മിണ്ടുകയല്ല. മൂന്നാമത്തെ സാദൃശ്യം, സമയം ശീഘ്രം പോയി, ഇനി വളരെ പെട്ടെന്ന് സംഗതി തീരും കേട്ടോ. മൂന്നാമത്തെ സാദൃശ്യം, ദൈവം വിവേകവും വിവേചന ബുദ്ധിയുമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവം വിവേകവും വിവേചന ബുദ്ധിയുമുള്ള ദൈവമാണ്. ആ ദൈവത്തിൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് ദൈവം തൻ്റെ വിവേകവും വിവേചന ബുദ്ധിയുമാകുന്ന സാദൃശ്യം നൽകി. മനുഷ്യൻ വിവേകമുള്ളവനാണ്, വിവേചന ബുദ്ധിയുള്ളവനാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനെ തൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കു ചേർത്തത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ മനുഷ്യനെയും കൂടെ ദൈവം പങ്കു ചേർത്തിട്ടുണ്ട്. അതെപ്പോഴാണെന്നൊക്കെ ഇനി നിങ്ങൾ അന്വേഷിക്കാൻ പോവുമായിരിക്കും. അതിനൊരുപാട് ഗവേഷണവും നിരീക്ഷണവും പരീക്ഷണവും ഒന്നും വേണ്ട. പച്ചയ്ക്ക് വേദപുസ്തകം എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 19-20 വാക്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ദൈവം സൃഷ്ടിച്ച ജീവജാലങ്ങളെ മുഴുവൻ ദൈവം മനുഷ്യൻ്റെ മുമ്പിലൂടെ കടത്തിവിട്ടു. അവൻ അവയ്ക്ക് എന്ത് പേര് വിളിക്കുമെന്ന് ദൈവം നോക്കിക്കൊണ്ടിരുന്നു. നിങ്ങൾക്കറിയുമോ, ദൈവശാസ്ത്രപ്രകാരം പേര് വ്യക്തിത്വത്തെ കുറിക്കുന്നു എന്നാണ്. എന്താണോ പേര്, അതായിരിക്കും ആ പേരിൻ്റെ ഉടമയുടെ സ്വഭാവം അല്ലെങ്കിൽ വ്യക്തിത്വം. ഉദാഹരണം, പൂച്ച. നമുക്കൊക്കെ അറിയാവുന്ന ഒരു മൃഗമാണ്, ഒരു പാവം സാധു മൃഗം. നമ്മൾ ചില മനുഷ്യരെ പറയാറുണ്ടല്ലോ, ഒരു പാവം പിടിച്ച പൂച്ചയാണ്. സാധുവാണെന്നുള്ള അർത്ഥത്തിലാണത് പറയുന്നത്. പാമ്പ്,
പാമ്പ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഉരസുകൊണ്ട് ഗമിക്കുന്ന, ശീശി ശബ്ദം കേൾപ്പിക്കുന്ന, ആളുകളെ പേടിപ്പിക്കുന്ന, വിഷം ചീറ്റുന്ന ഒരു ജീവി. അതിൽ തന്നെ ഒരു ജീവിയാണ് മൂർഖൻ, ഇല്ലേ? നമുക്കറിയാം, പണം പിരിച്ചാടുന്ന, ഫു എന്ന് ചീറ്റുന്ന, ആഞ്ഞു കൊത്തുന്ന, ആളുകളെ കൊല്ലുന്ന മൂർഖൻ. ഈ ഇരിക്കുന്ന സഹോദരിമാരിൽ ചിലർക്ക് വീട്ടിൽ ചില സായങ്കാലങ്ങളിൽ സഹിക്കവയ്യാത്ത ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ഭർത്താവിൻ്റെ അരികിൽ നിന്ന് തെല്ല് മാറി നിന്നിട്ട് അവർ ഭർത്താവ് കേൾക്കാതെ പറയുന്ന ഒരു വാക്കുണ്ട്, മൂർഖൻ എന്ന്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? സ്വന്തം ഭർത്താവിനെ കുറിച്ചാണ്. എന്തേ ഇപ്പോഴാ സഹോദരി അങ്ങനെ പറഞ്ഞതെന്നറിയോ? മൂർഖൻ്റെ സ്വഭാവം ഇപ്പോൾ കാണിക്കുന്നത്. ഉരസുകൊണ്ട് ഗമിക്കുന്നു, കാല് നിലത്ത് ഉറയ്ക്കുന്നില്ല, ഇഴഞ്ഞ് വലിഞ്ഞ് നിൽക്കുന്നു, കയ്യെ കുത്തി പൊങ്ങി, മൂർഖം പൊങ്ങി നിൽക്കും പോലെ പണം പിരിച്ച് ഫൂ ഫൂ എന്ന് ചീറ്റുകയും വായെന്ന് വിഷം വമിക്കുകയും ചെയ്യുമ്പോൾ ഇതിനെ പിന്നെ മൂർഖനെന്നല്ലാതെ എന്താ വിളിക്കുക? ചില മൂർഖന്മാരിവിടെ വന്നിട്ടുണ്ടോ എന്നൊരു സംശയം. ആമേൻ. ആരാണ്ടോ അവിടുന്ന് പറഞ്ഞില്ല, ഇവിടെ ഉള്ളതൊക്കെ നീർക്കോലിയാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, സിംഹം എന്നൊരു പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ആ മൃഗത്തിൻ്റെ എല്ലാ സ്വഭാവവും ആ പേരിലുണ്ട്. ആ പേര് ഉൾക്കൊണ്ട് ഒരു വലിയ ക്ലബ്ബ് തന്നെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, സിംഹങ്ങളുടെ ക്ലബ്ബ്. അപ്പോൾ അതിനകത്ത് മെമ്പർഷിപ്പ് ഉള്ളവരൊക്കെ സിംഹങ്ങളാണെന്നാണ് അവരുടെ സ്വഭാവം കൊണ്ട് അവർ വെളിപ്പെടുത്തുന്നത്. എന്നോട് ക്ഷമിക്കണം, സിംഹങ്ങൾ പലരും ഇവിടെ ഇരിപ്പുണ്ടാവും, ഞാനിത് കഴിയുമ്പോൾ പൊക്കോളാം. ആമേൻ. പ്രിയപ്പെട്ടവരെ, വേറൊരു മൃഗമാണ് കടുവ. കടുവ എന്ന മൃഗമാണ് ലോകത്തെ ഏറ്റവും ക്രൗര്യതയുള്ള ജീവി. ആമേൻ. ഭാരതത്തിൻ്റെ ദേശീയ മൃഗമാണ്. ഭയങ്കര ക്രൗര്യതയുള്ള മൃഗമാണ് കടുവ. ഈ ചില സ്ത്രീകൾ സങ്കടം വരുമ്പോൾ ഭർത്താവിനെ കടുവ എന്ന് വിളിക്കാറുണ്ട്. അയാൾ കടിക്കാൻ വരുമ്പോഴാണ് ഇത് പറയുന്നത്, അതുപോലെ അലറി വിളിക്കുമ്പോൾ. ദൈവമക്കളെ, ഈ അങ്ങനെ ഒരു പേര് കൊണ്ട് സ്വഭാവം വെളിപ്പെട്ടു വരും. ആദാം തൻ്റെ മുമ്പിലൂടെ കടന്നുപോയ സകല ജീവികൾക്കും പേര് വിളിച്ചു. അവൻ വിളിച്ച പേര് അവയുടെ സ്വന്തം പേരായി തീർന്നു. എന്ന് വെച്ചാൽ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും പേര് കൊടുത്തത് മനുഷ്യനാണ്, വ്യക്തിത്വം കൊടുത്തത് മനുഷ്യനാണ്. ആമേൻ. വ്യക്തിത്വം കൊടുത്തത് മനുഷ്യനാണ്. എന്താ കാരണം? അവന് വിവേകമുണ്ട്, വിവേചന ബുദ്ധിയുണ്ട്. അത് ദൈവസാദൃശ്യത്തിൽ നിന്ന് കിട്ടിയതാണ്. അങ്ങനെ മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കു ചേർന്നവനാണ്. സ്തോത്രം. അതിനുള്ള ഭാഗ്യം കിട്ടി. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നാൽ ഇപ്പോൾ നമ്മിൽ ആ വിവേകമുണ്ടോ? വിവേചന ബുദ്ധിയുണ്ടോ? ഒരാടിനെ അഴിച്ചു വിട്ടാൽ അത് പോകുന്ന വഴിക്ക് കാണുന്ന സകല ചെടിയും കടിക്കും. കാരണം അതിന് വിവേകമില്ല. ആടിനേക്കാളും വിവേകമില്ലാത്ത മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടി അതിന് നല്ല വിവേകമുണ്ടെന്നാണ് നമ്മൾ പറയുക. എൻ്റെ വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നുണ്ട്, മിടുക്കന. ഈ പക്കം കുറഞ്ഞ സാധനം ഡാഷ് കണ്ടെന്നാണ് അതിൻ്റെ പേര്. പ്രിയപ്പെട്ടവർ, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അവന് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ കെട്ടിപ്പിടിച്ച് സ്നേഹിച്ച് മടിയിലൊക്കെ കയറിയിരുന്ന് മുഖത്തൊക്കെ നോക്കി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഉണ്ടല്ലോ, ഒരാളെ മാത്രമേ പുള്ളി മെരുങ്ങത്തുള്ളൂ. ഇഷ്ടക്കേട് തോന്നി അപ്പം പിടിച്ച് കടിക്കും. ഈ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഇളയ മോൻ്റെ കവളത്ത് പിടിച്ച് കടിച്ച്. ഈ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് മിടുക്കനായിട്ടിരിക്കുക മോൻ. പ്രിയപ്പെട്ടവരെ, എന്തോ ഒരു ഇഷ്ടക്കേട്, ഒറ്റക്കടി. അവൻ്റെ ഇഷ്ടക്കേടിൻ്റെ കാരണം അന്വേഷിച്ച് നമ്മളാണ് മനസ്സിലായത്. അപ്പുറത്ത് കോഴിക്കോടുണ്ട്. ഇവൻ്റെ അടുത്ത് പോയി ഇരിക്കേണ്ട സമയത്ത് അവിടെ പോയി ഇരുന്നേച്ചും വന്നെൻ്റെ വാശി തീർത്തതാണ്. അപ്പോൾ കക്ഷിക്ക് ഇച്ചിരി വിവേകമൊക്കെ ഉണ്ട്, പക്ഷേ വേണ്ടവണ്ണം വിവേകമില്ല. പിടിച്ച് കടിച്ചു. ദൈവമക്കളെ, മനുഷ്യൻ അതിനേക്കാൾ അധമനായി പോകുന്നൊരു കാലമാണിത്, ഇല്ലേ? സ്വന്തം കൂടപ്പറപ്പിനെ കുത്തിക്കൊല്ലാൻ വിവേകമുള്ളവന് പറ്റുമോ? സ്വന്തം കൂടപ്പറപ്പിനെ കോടതി കയറ്റാൻ വിവേകമുള്ളവന് പറ്റുമോ? സ്വന്തം അപ്പനെ അമ്മയെ നടതള്ളാൻ വിവേകമുള്ളവന് പറ്റുമോ? സ്വന്തം ഭാര്യയ്ക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ഒരു അനർത്ഥം പാപം ചെയ്യാൻ വിവേകമുള്ളൊരു പുരുഷന് പറ്റുമോ? സ്വന്തം ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരു തെറ്റ് ചെയ്യാൻ വിവേകമുള്ളൊരു ഭാര്യയ്ക്ക് പറ്റുമോ? വിവേകമുള്ളൊരു മനുഷ്യന് ദൈവത്തെ വേദനിപ്പിക്കാൻ ഒക്കുമോ? പാപം ചെയ്യാൻ ഒക്കുമോ? നമ്മളിൽ ദൈവസാദൃശ്യമുണ്ടോ? ഉണ്ടോ ദൈവമക്കളെ? ഉണ്ടോ? നാം ഇപ്പോഴും ദൈവസാദൃശ്യത്തിൽ ഇരിക്കുന്നുവോ? വിവേകം എവിടെ പോയി? വിവേചന ബുദ്ധി എവിടെ പോയി? തെറ്റും ശരിയും വിവേചിക്കാൻ അറിയാഞ്ഞിട്ടോ അതോ വിവേകം വിനിയോഗിക്കാഞ്ഞിട്ടോ നാം പാപത്തെ പുൽകി മുന്നോട്ട് പോയാൽ നമ്മൾ ഇങ്ങനെ കുളിച്ചും വീണ്ടും ചെളിയിൽ വീണും കുളിച്ചും ചെളിയിൽ വീണും അങ്ങനെ പോയിക്കൊണ്ടിരുന്നാൽ എവിടം വരെ പോകും പ്രിയപ്പെട്ടവരെ? തിരുത്തപ്പെടണം. ഈ രാത്രി ദൈവത്തിൻ്റെ വിവേകവും വിവേചന ബുദ്ധിയുമാകുന്ന ദൈവസാദൃശ്യം എന്നിലുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. അതിനുവേണ്ടി അനുതപിക്കണം, തിരിച്ചു വരണം, മാപ്പിരക്കണം, യഥാസ്ഥാനപ്പെടണം. ഒരു സംഗതി കൂടെ പറയാനുണ്ട്, 5 മിനിറ്റേ ഉള്ളൂ. ദൈവമക്കളെ, 4ാമത്തെ ദൈവസാദൃശ്യം അതിങ്ങനെയാണ്. ദൈവത്തിൻ്റെ രൂപപ്രകൃതിയാണ് മനുഷ്യന് നൽകപ്പെട്ട ശരീരപ്രകൃതി എന്ന്. അത് പറയുമ്പോൾ തർക്കമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ദൈവം
അരൂപിയാണെന്നാണ് നാം പഠിക്കുന്നത്. ദൈവം രൂപമില്ലാത്തവനാണ്, അരൂപിയാണ്. പക്ഷേ ദൈവത്തിനൊരു രൂപമുണ്ടെങ്കിൽ അത് ഏത് രൂപമായിരിക്കാം, അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ ഒരു സംഭവം വരച്ചു വെച്ചിട്ടുണ്ട്. വെയിൽ ഉറച്ചപ്പോൾ നട്ടുച്ച നേരത്ത് എബ്രഹാം കൂടാരവാതിക്കലിരിക്കുകയായിരുന്നു. ആരോ നീങ്ങുന്നത് പോലെ തോന്നി. നിഴൽ നീങ്ങുന്നത് കണ്ട് തല ഉയർത്തി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ തൻ്റെ കൂടാരവാതിക്കിലൂടെ പോകുന്നത് അവൻ കണ്ടു. ഓടിച്ചെന്ന് അവരെ ഉപചരിച്ചു, സ്വീകരിച്ചു, വൃക്ഷത്തിന് കീഴിലിരുത്തി അവരെ സൽക്കരിച്ച് പറഞ്ഞുവിട്ട രംഗം വായിച്ചെടുക്കുന്നുണ്ട്. ശേഷം ആ അധ്യായം പറയുന്നത് പിതാവാം ദൈവവും 2 ദൂതന്മാരുമായിരുന്നുവെന്നാണ്. പിതാക്കന്മാരിൽ ചിലരുടെ വ്യാഖ്യാനം അനുസരിച്ച് അത് പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവമായിരുന്നു എന്നാണ്. അന്ന് ദൈവം അബ്രഹാമിനെ സന്ദർശിച്ചത്, അനുഗ്രഹിച്ചത് മനുഷ്യരൂപത്തിലായിരുന്നു. വീണ്ടും പ്രിയപ്പെട്ടവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ സർവശക്തനായ ദൈവം മാനുഷരൂപമെടുത്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു ധരിച്ച ആ സ്വരൂപം, അത് തൻ്റെ സ്വരൂപം മനുഷ്യന് കൽപ്പിച്ച് നൽകിയിട്ട് ആ സ്വരൂപത്തിലേക്ക് അവൻ താണിറങ്ങി വരികയായിരുന്നു എന്ന്. ആമേൻ. ആ ശരീരപ്രകൃതിയോടുകൂടിയാണ് കർത്താവ് മറുരൂപമലയിൽ രൂപാന്തരപ്പെട്ടത്. അതേ ശരീരപ്രകൃതിയോടുകൂടിയാണ് ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചത്. അതേ ശരീരപ്രകൃതിയിലൂടെയാണ് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ടത്. അതേ ശരീരപ്രകൃതിയിലൂടെയാണ് അവൻ ഉത്ഥാനം ചെയ്തത്. തൊടാൻ കിട്ടില്ല. രൂപാന്തരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആകാര രൂപം അത് തന്നെയായിരുന്നു. അതേ ആകാരപ്രകൃതിയോടുകൂടിയാണ് അവൻ സ്വർഗാരോഹണം ചെയ്തത്. അവൻ പോയതുപോലെ വീണ്ടും വരുമെന്ന് വചനം പറഞ്ഞിരിക്കയാൽ അതേ ആകാരപ്രകൃതിയോടെ അവൻ വീണ്ടും വരും. സ്തോത്രം. ദൈവത്തിൻ്റെ രൂപപ്രകൃതിയാണ് മനുഷ്യന് നൽകപ്പെട്ട ശരീരപ്രകൃതി എങ്കിൽ ഈ ശരീരം എത്രമാത്രം വിലപ്പെട്ടതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം ത്രിത്വ സ്വരൂപയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ എന്ന ത്രിയേക ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനും ത്രിത്വ സ്വരൂപയാണ്. ദേഹമുണ്ട് അഥവാ ശരീരമുണ്ട്, ദേഹിയുണ്ട് അഥവാ മനസ്സ്, ഇച്ഛ എന്നൊരു സംഗതിയുണ്ട്, ആത്മാവെന്നൊരു തൃതീയ ഘടകവുമുണ്ട്. ഈ 3 തലങ്ങളിലും മനുഷ്യൻ ഒരുപോലെ ദൈവസാദൃശ്യമാണ് പ്രിയപ്പെട്ടവരെ. ഹല്ലേലൂയ. ഈ 3 തലങ്ങളിലും മനുഷ്യന് വീണ്ടെടുപ്പുണ്ട്. ദേഹത്തിന് വീണ്ടെടുപ്പുണ്ട്, ഇത് പുനരുത്ഥാനം ചെയ്യാനിരിക്കുന്നു. ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ടാൽ മനസ്സ് ആത്മാവോടുകൂടെ അതിൻ്റെ ഇടത്ത് ആയിരിക്കുന്നു. ശരീരമോ സംസ്കരിക്കപ്പെടുന്നു മണ്ണിൽ. അത് പുനരുത്ഥാനം ചെയ്യാനുള്ളതാണ്. വീണ്ടും ഈ മനസ്സും ആത്മാവും ശരീരത്തോട് വീണ്ടും സമ്മേളിക്കാനുള്ളതാണ്. ദൈവമക്കളെ, ഈ ശരീരത്തിനൊരു വീണ്ടെടുപ്പുണ്ട്. ഈ ആകാരം നഷ്ടപ്പെട്ടു പോകേണ്ടതല്ല. അതുകൊണ്ട് ജഡശരീരത്തെ അവഗണിക്കരുത്. ഇതിനെ പാപത്തിൻ്റെ കൂത്തരങ്ങാക്കി മാറ്റരുത്. ഇതിനെ തിന്മപ്രവൃത്തിയുടെ എല്ലാവിധ അശുദ്ധിക്കുമായി വിട്ടുകൊടുക്കരുത്. ഈ ശരീരത്തെക്കുറിച്ച് വചനം പറയുന്നത് ദൈവത്തിൻ്റെ ആലയമെന്നാണ്. ഹല്ലേലൂയ. കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? കൊരിന്ത്യർക്കുള്ള 1-ാം ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം തിരുവചനം പറയുന്നു, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാകുന്നുവെന്നും നിങ്ങൾ ഓരോരുത്തരെയും വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ ആരും താങ്കൾക്കുള്ളവരല്ല എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? വീണ്ടും പ്രിയപ്പെട്ടവരെ, കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം 6-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ അപ്പോസ്തലൻ വീണ്ടും എഴുതുന്നു, നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയങ്ങളല്ലോ. എത്രമാത്രം വിലപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ. എന്നാൽ ആ സാദൃശ്യം ഇപ്പോൾ നമ്മിലുണ്ടോ? ദൈവ സാദൃശ്യം നമ്മിലുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ എന്ത് വിലപ്പെട്ടവരാണ്. ആദമിന് നഷ്ടപ്പെട്ടത് പാപം ചെയ്തപ്പോഴാണ്. ആദമിൻ്റെ സന്തതികൾക്ക് നഷ്ടപ്പെട്ടതും പാപം ചെയ്തപ്പോഴാണ്. എന്നാൽ പാപത്താൽ നഷ്ടപ്പെട്ടു പോയ മാനവകുലത്തെ വീണ്ടെടുത്ത് വീണ്ടും ദൈവസാദൃശ്യത്തിലും ദൈവസ്വരൂപത്തിലും പുനർസൃഷ്ടിച്ച് ഒന്നാക്കി ചേർക്കുവാൻ പരമപുണ്യവാനായ പരിശുദ്ധനായ ദൈവകുഞ്ഞാട് കാലപൂർത്തീകരണത്തിൽ കന്യകാമറിയത്തിൽ ഉരുവായി കല്ലിടാവിൽ പിറന്ന് 33 തിരുവയസ്സിൽ ഭൂമുഖത്ത് ജീവിച്ച് കാൽവരി ക്രൂശിൽ യാഗമായി തുറന്ന് പാപത്തിന് പ്രായശ്ചിത്തമായി പാപപരിഹാരം വരുത്തി പാപത്തെയും മരണത്തെയും കൊല ചെയ്ത് കുരിശിൽ തറച്ച് ദൈവമക്കളെ ദൈവത്തിനും മനുഷ്യനിടയിലുണ്ടായിരുന്ന നടുച്ചുവർ ഇടിച്ചു കളഞ്ഞ് ദൈവസ്വരൂപത്തിലേക്ക് സാദൃശ്യത്തിലേക്ക് മനുഷ്യന് വീണ്ടും വിളക്കി ചേർത്ത് ഒന്നാക്കി തീർത്ത് തൻ്റെ തങ്കച്ചോരയാൽ നമുക്ക് ഒരു വിടുതലും വിമോചനവും തന്നു. എന്നിട്ടും അതിന് യോഗ്യത അനുഭവിച്ച നമ്മൾ, വിശുദ്ധ മാമോദീസായാൽ കഴുകപ്പെട്ട നമ്മൾ, കർത്താവിൻ്റെ ശരീരത്തിൽ അംഗമാക്കി ചേർക്കപ്പെട്ട നമ്മൾ, വിശുദ്ധ സഭയിൽ അംഗമായി ചേർക്കപ്പെട്ട നമ്മൾ, സ്വർഗരാജ്യത്തിൽ പേരെഴുതപ്പെട്ട നമ്മൾ, ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട നമ്മൾ,
വീണ്ടും പാപത്തിന് ജീവിതം അടിയറ വെച്ച് ദൈവം വിലപ്പെട്ടതായി നമുക്ക് തന്ന ഈ ദൈവ സാദൃശ്യം വീണ്ടും അലക്ഷ്യമാക്കി കളഞ്ഞുവെങ്കിൽ ഈ രാത്രി നാം നിലവിളിക്കണം, മാനസാന്തരപ്പെടണം, തിരിച്ചു വരണം, അനുതപിക്കണം. ഇനിയും താമസിക്കരുത്, ദൈവസാദൃശ്യത്തിലേക്ക് മടങ്ങി വരണം. കുഞ്ഞെ, നിനക്കറിയാമോ ശരിക്കും നീ ആരാണെന്ന്? കുഞ്ഞെ, നിനക്കറിയാമോ ശരിക്കും നീ എന്താണെന്ന്? നീ ദൈവത്തിൻ്റെ സാദൃശ്യമാണ്, ദൈവത്തിൻ്റെ സ്വരൂപമാണ്. അത് നിന്നിൽ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ഈ രാത്രി ഉറങ്ങും മുമ്പ് അത് ഒരിക്കൽ കൂടെ ഉറപ്പാക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം, തലകളെ വണക്കാം, കണ്ണുകളെ അടയ്ക്കാം. ഹല്ലേലൂയ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല രാത്രിക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. പ്രാണപ്രിയ പൊന്നുനാഥ, തൃപ്പാദപീഠത്തിൽ നിന്റെ മക്കളെ വിളിച്ചിരുത്തി വളരെ വ്യക്തമായി ഇന്ന് രാത്രി ഞങ്ങളോട് വാദിച്ചു കൊണ്ടിരുന്നല്ലോ.